Hi all, welcome back to Plus 2 Revision Series. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു. അതിൽ ഫസ്റ്റ് പാർട്ട് ഡിസീസസിനെ കുറിച്ചും അതിൻ്റെ കോസേറ്റീവ് ഏജന്റ്, അതേപോലെ അതിൻ്റെ സിംറ്റംസ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, അതുപോലെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞ സെഷനിൽ പഠിച്ചായിരുന്നു. ഈ സെഷനിൽ നമ്മൾ ബാക്കി പകുതി പോർഷൻസ്, ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് കാര്യങ്ങൾ, അതുപോലെ നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഒരെണ്ണം, നമ്മുടെ ക്യാൻസർ, ദെൻ ഇൻഫെക്ഷ്യസ് ഡിസീസ് എയ്ഡ്സ്, ദെൻ ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ് എമംഗ് അഡോളസൻസ്, ഈ ടോപ്പിക്സും ഇതിനെ റിലേറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കൊളസ്ട്രം ആൻഡ് വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു ബി ഗിവൺ ടു ന്യൂ ബോൺ ഇൻഫൻസ്? എന്തായിരിക്കും? എന്താ കൊളസ്ട്രം? ഹ്യൂമൻ റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഒക്കെ പഠിച്ചവരല്ലേ? പറഞ്ഞോ, എന്താണ് കൊളസ്ട്രം എന്ന് പറഞ്ഞാൽ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? കൊളസ്ട്രം എന്താണ്, എന്തുകൊണ്ടാണ് ന്യൂ ബോൺ ഇൻഫൻസിന് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിരിക്കണം എന്ന് പറയുന്നത്? കൊളസ്ട്രം എന്താണ്? അമ്മ തൻ്റെ ഇനീഷ്യൽ ലാക്ടേഷൻ പീരീഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു യെല്ലോ കളേർഡ് മിൽക്ക്, അതിനെയാണ് കൊളസ്ട്രം എന്ന് പറയുന്നത്. The colostrum is a yellow colored milk that is produced or secreted during the initial days of lactation. എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് നവജാത ശിശുക്കൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് തന്നെ ചെയ്യണമെന്ന്? നമ്മൾ ഹോസ്പിറ്റൽസിൽ പോയാലൊക്കെ കാണാം ആ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. എന്താണ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബ്രസ്റ്റ് ഫീഡിങ്? എന്തുകൊണ്ടാണ്? കുട്ടിക്ക് എന്തൊക്കെയോ ബെനിഫിറ്റ് ഉണ്ട് ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെ, എന്തൊക്കെയോ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ബ്രസ്റ്റ് ഫീഡിങ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അത്രയും നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഓക്കെ, അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആളാണ് കൊളസ്ട്രം എന്ന് പറയും. കൊളസ്ട്രം എന്താണ് എന്ന് ഞാൻ പറഞ്ഞു. കൊളസ്ട്രം എന്തോ ഒരു സംഭവം ആ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുക. എൻ്റെ പ്രീവിയസ് ക്ലാസ് വി ഡിസ്കസ്ഡ് ഇമ്മ്യൂണിറ്റി അല്ലേ? 2 ടൈപ്പ് ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു, ഇന്നേറ്റ് ആൻഡ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഇന്നേറ്റ് എന്ന് പറഞ്ഞാൽ ജനിക്കുന്ന സമയം തൊട്ടേ നമ്മുടെ ഒപ്പമുള്ള ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശേഷിയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അത് പ്രൊവൈഡ് ചെയ്യുന്ന ആൾ ആരാണ്? അതിലൊന്നാമത്തെ ആളാണ് കൊളസ്ട്രം എന്ന് പറയുക. കൊളസ്ട്രം പ്രൊവൈഡ്സ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അല്ലേ? കുട്ടികൾക്ക് അത്ര അല്ലാതെ രോഗപ്രതിരോധ സംവിധാനങ്ങളൊന്നും അത്ര വെൽ ഡെവലപ്ഡ് അല്ല ന്യൂ ബോൺ ബേബീസിൽ. അപ്പൊ എന്താ ചെയ്യുക? ഈ കൊളസ്ട്രം ഒരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. എന്തിലൂടെ? കൊളസ്ട്രത്തിൽ എന്തുള്ളത് കൊണ്ടാണ് കുട്ടിക്ക് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി കിട്ടുക? കൊളസ്ട്രത്തിൽ എന്തുണ്ട്? ആന്റിബോഡീസ് ആർ ദെയർ അല്ലേ? അമ്മയുടെ ബോഡിയിൽ നിന്നും ഓൾറെഡി പ്രിഫോംഡ് ആയിട്ടുള്ള റെഡിമെയ്ഡ് ആന്റിബോഡീസ് കുട്ടിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. കാരണം കുട്ടിയുടെ ബോഡിയിലെ പ്രതിരോധ സംവിധാനങ്ങൾ വളർന്നു വരുന്നതേ ഉള്ളൂ. അപ്പം അതുവരെ കുട്ടിക്ക് രോഗത്തിൽ നിന്നും ഒക്കെ പിടിച്ചു നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ ഡിസീസ് കോസിങ് പാത്തജൻസുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് അമ്മ കൊളസ്ട്രത്തിലൂടെ ആന്റിബോഡീസിനെ കുട്ടിയിലേക്ക് കൊടുക്കുന്നു. ഇപ്പം സാധാരണ ഈ കൊളസ്ട്രത്തിന് പകരം അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ്ങിന് പകരം സാദാ പാല് കൊടുക്കുന്ന കുട്ടികളിൽ എന്താണ് സംഭവിക്കുക? ഇത്തരത്തിൽ ഒരു ആന്റിബോഡീസ് കുട്ടിയുടെ ബോഡിയിൽ ചെല്ലുന്നില്ല. കുട്ടിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എപ്പോഴും വീക്കായിരിക്കും. അതാണ് അതിൻ്റെ ഡിഫറൻസ്. ഓക്കെ, അതുകൊണ്ടാണ് ബ്രസ്റ്റ് ഫീഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുക. ഇപ്പോൾ ഈ കൊളസ്ട്രത്തിലൂടെ കുട്ടിയുടെ ബോഡിയിൽ ആൻറ്റിബോഡീസ് എത്തുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആൻറ്റിബോഡിയുടെ ഡയഗ്രാം കണ്ടായിരുന്നു. ആൻറ്റിബോഡീസിനെ ഇമ്മ്യൂണോഗ്ലോബുലിൻ അഥവാ IG എന്നും പറയുമായിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. എന്തിനു വേണ്ടി? പല ഡിസീസ് കോസിങ് ഓർഗാനിസംസുമായിട്ട്, അല്ലെങ്കിൽ ബോഡിയുടെ പല ഇമ്മ്യൂൺ റെസ്പോൺസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പല തരത്തിലുള്ള ആൻറ്റിബോഡീസ് ആണ് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പോൾ കൊളസ്ട്രത്തിലൂടെ കുട്ടിക്ക് കിട്ടുന്ന ആൻറ്റിബോഡി ഏതാണെന്നറിയാമോ മക്കളെ? ഏതായിരിക്കാം? IgA ആണ്. നമ്മൾ IgG, IgA, IgM, IgE ഒക്കെ പഠിച്ചു. അതിനകത്ത് IgA എന്ന് പറയുന്നത് മദറിൽ നിന്നും
അമ്മയിൽ നിന്നും കുട്ടിക്ക് കിട്ടുന്ന കൊളസ്ട്രത്തിലൂടെ കിട്ടുന്ന ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആന്റിബോഡിയാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ മക്കളെ? ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ. എന്താണ് കൊളസ്ട്രം? കൊളസ്ട്രം അത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതുമാണ്. അപ്പൊ ആ ചാപ്റ്ററുമായിട്ട് ക്ലബ് ചെയ്ത് അസോസിയേറ്റ് ചെയ്ത് വേണം ഇത് പഠിക്കാൻ. കൊളസ്ട്രം ഇസ് ദ യെല്ലോ കളേർഡ് മിൽക്ക് ദാറ്റ് ഈസ് സെക്രീറ്റഡ് ഡ്യൂറിംഗ് ദ ഇനീഷ്യൽ ഡേയ്സ് ഓഫ് ലാക്ടേഷൻ. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പാസീവ് ഇമ്മ്യൂണിറ്റി. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും വീണ്ടും ഇമ്മ്യൂണിറ്റിയുടെ ക്ലാസിഫിക്കേഷൻ. പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അതായത് കുട്ടിയുടെ ബോഡി പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, അമ്മയുടെ ബോഡി റെഡിമെയ്ഡ് ആയിട്ട് ആന്റിബോഡീസ് കുട്ടിയിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. എന്തിലൂടെ? കൊളസ്ട്രത്തിലൂടെ. ഏത് ആന്റിബോഡിയാണ് കൊളസ്ട്രം വഴി കുട്ടിക്ക് കിട്ടുക? IgA ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. Name 2 types of immune system in human body. Why are cell mediated and humoral immune so called? ഇമ്മ്യൂണിറ്റിയുടെ അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ ആണ്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ്. ഓർക്കുന്നുണ്ടോ നമ്മുടെ ബോഡിയിൽ എത്ര തരത്തിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടെന്ന്? 2 തരത്തിലാണ്. ഒന്നാമത്തെ ഏതാണ്? ദ ഹ്യൂമോറൽ ഇമ്മ്യൂൺ സിസ്റ്റം. ഹ്യൂമോറൽ ഇമ്മ്യൂൺ സിസ്റ്റം. Humoral immune system and cell mediated immune system. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത് 2 വിധത്തിലാണ്. പലരിലൂടെയാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ബോഡിക്ക് ഇമ്മ്യൂണിറ്റി തരിക. അതിലൊന്നാമത്തേതാണ് ഹ്യൂമോറൽ ഇമ്മ്യൂൺ സിസ്റ്റം. ഹ്യൂമോറൽ ഇമ്മ്യൂൺ സിസ്റ്റം ആരുടെ ഹെൽപ്പോട് കൂടി ആയിരിക്കും മക്കളെ തിരിച്ചൊരു റെസ്പോൺസ് കൊടുക്കുക? നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന പാത്തജനെതിരെ തിരിച്ചൊരു അറ്റാക്ക് അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് കൊടുക്കുന്നത് ഹ്യൂമോറൽ ഇമ്മ്യൂൺ സിസ്റ്റം ആരിലൂടെയാണ്? ഹ്യൂമോറൽ ഇമ്മ്യൂൺ സിസ്റ്റം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആന്റിബോഡീസ്. വെരി ഗുഡ്. ആന്റിബോഡീസ് വഴിയാണ് ഹ്യൂമോറൽ ഇമ്മ്യൂൺ സിസ്റ്റം. ഹ്യൂമോറൽ ഇമ്മ്യൂൺ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന റെസ്പോൺസിനെ നമ്മൾ വിളിക്കും ഹ്യൂമോറൽ ഇമ്മ്യൂൺ റെസ്പോൺസ്. ഓർത്തിരിക്കത്തില്ലേ? ഓക്കെ, ദ ഇമ്മ്യൂൺ റെസ്പോൺസ് ദാറ്റ് ഈസ് മീഡിയേറ്റഡ് ഓർ അക്വയർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആന്റിബോഡീസ്. ആന്റിബോഡീസ് വഴി നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിനെ ആ ഇമ്മ്യൂൺ റെസ്പോൺസിനെ നമ്മൾ വിളിക്കും ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് അഥവാ ഹ്യൂമോറൽ ഇമ്മ്യൂൺ റെസ്പോൺസ്. ക്ലിയർ ആണോ? സിൻസ് അടുത്ത ക്വസ്റ്റ്യനും കൂടെ കണ്ടോ. വൈ ആർ സെൽ മീഡിയേറ്റഡ് ആൻഡ് ഹ്യൂമോറൽ ഇമ്മ്യൂൺ സോ കോൾഡ്? അതിന്റെ ആൻസറും കൂടെ നമുക്ക് പറഞ്ഞു പോകാം. എന്തുകൊണ്ടാണ് ഈ ഹ്യൂമോറൽ ഇമ്മ്യൂൺ റെസ്പോൺസിന് അങ്ങനെ ഒരു പേര് വന്നത്? എന്തുകൊണ്ടായിരിക്കാം? കാരണം ഈ ആന്റിബോഡീസിനെ സെക്രീറ്റ് ചെയ്യുന്നത് എങ്ങോട്ടാ, അല്ലെങ്കിൽ ആന്റിബോഡീസ് സിന്തസൈസ് ചെയ്ത് വിടുന്നത് എങ്ങോട്ടേക്കാ? അല്ലെങ്കിൽ ആരാണ് ആന്റിബോഡി സിന്തസൈസ് ചെയ്യുക? ആന്റിബോഡി സിന്തസൈസ്? നമ്മുടെ ലിംഫോസൈറ്റുകളുണ്ട്, ബി ലിംഫോസൈറ്റ് ആൻഡ് ടി ലിംഫോസൈറ്റ്. അതിൽ ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ലിംഫോസൈറ്റ് ആണ്? യെസ്, ബി ലിംഫോസൈറ്റുകളാണ്. ബി ലിംഫോസൈറ്റുകളാണ്. ആൻഡ് ദിസ് ആന്റിബോഡീസ് ആർ ഡയറക്ട്ലി സെക്രീറ്റഡ് ഇൻ ടു ദ ബ്ലഡ്. ബ്ലഡ് വഴിയാണ് ആന്റിബോഡീസിന്റെ ട്രാൻസ്പോർട്ട് നടക്കുക. എവിടെയാണോ ആന്റിജനിക് അറ്റാക്ക് ഉണ്ടായത് അവിടെ എത്തുക, ആന്റിബോഡീസ് എത്തുക ബ്ലഡിലൂടെയാണ്. സിൻസ് ദീസ് ആന്റിബോഡീസ് ആർ ഡയറക്ട്ലി റിലീസ്ഡ് ഇൻ ടു ബ്ലഡ്, ദിസ് ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആർ അതർവൈസ് കോൾഡ് ഹ്യൂമോറൽ ഇമ്മ്യൂൺ റെസ്പോൺസ്. അതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പേര് വന്നത്. ക്ലിയർ? അപ്പം ഹ്യൂമോറൽ ഇമ്മ്യൂൺ സിസ്റ്റം എന്താണ്? ഹ്യൂമോറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്താണ്? അതിനെ ആന്റിബോഡി ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയും. അതിന് റീസൺ എന്തുകൊണ്ടാണ് ആ പേര് ഹ്യൂമോറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പേര് വരാൻ കാരണം ആന്റിബോഡീസ് ഡയറക്റ്റ് ആയിട്ട് ബ്ലഡിലേക്കാണ് റിലീസ് ചെയ്യുക. ആൻഡ് ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുക ബി ലിംഫോസൈറ്റുകളാണ്. ഇത്രയും കാര്യങ്ങൾ അതിൽ ഓർത്തിരിക്കുക. ഇനി സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ സിസ്റ്റം നമുക്കുണ്ട്. സെൽ മീഡിയേറ്റ് ചില ലിംഫോസൈറ്റുകൾ, മറ്റ് ചില ലിംഫോസൈറ്റുകൾ അല്ലെങ്കിൽ സെല്ലുകൾ നമ്മുടെ ബോഡിയുടെ രോഗപ്രതിരോധ സംവിധാനത്തിൽ ഇൻവോൾവ് ചെയ്യുന്നു, ഇടപെടുന്നുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയാം. ഈ ഹ്യൂമോറൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ സ്ട്രാറ്റജി ആയിരിക്കത്തില്ല സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ സിസ്റ്റം കാണിക്കുക.
അപ്പോൾ ഇവർ കാണിക്കുന്ന സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ സിസ്റ്റം കാണിക്കുന്ന റെസ്പോൺസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ഏത് സെല്ല്, ഏത് ടൈപ്പ് സെല്ലുകളാണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസിന് കാരണമാകുന്ന മക്കളെ? യെസ്, നമ്മുടെ T ലിംഫോസൈറ്റുകളാണ്. T ലിംഫോസൈറ്റ്സ്. ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. സെൽ എന്ന് പറഞ്ഞത് നമ്മുടെ വൈറ്റ് ബ്ലഡ് സെല്ലുകൾ, ലിംഫോസൈറ്റുകൾ, മോർ സ്പെസിഫിക്കലി T ലിംഫോസൈറ്റ്സ് ആണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് കാരണം. അവർ ഡയറക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുവാണ്. പക്ഷെ ഹ്യൂമോറൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഇൻവോൾവ് ചെയ്യുന്നവർ B ലിംഫോസൈറ്റുകളാണ്. അവർ ആന്റിബോഡിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴിയാണ് ബോഡിക്ക് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഈ ക്വസ്റ്റ്യനും മനസ്സിലായല്ലോ. അപ്പം 2 ടൈപ്പ് ഇമ്മ്യൂൺ സിസ്റ്റം, ഹ്യൂമോറൽ ആൻഡ് സെൽ മീഡിയേറ്റഡ്. അവരുണ്ടാക്കുന്ന റെസ്പോൺസ് ആരിലൂടെ ആ റെസ്പോൺസ് ഉണ്ടാക്കുന്നു. എന്തുകൊണ്ടാണ് സെൽ മീഡിയേറ്റഡ് ആൻഡ് ഹ്യൂമോറൽ ഇമ്മ്യൂൺ സോ കോൾ? സെൽ മീഡിയേറ്റഡ് എന്ന് പറയുമ്പോൾ T സെല്ലുകളാണ്. ആൻഡ് ഹ്യൂമോറൽ ആന്റിബോഡീസ് ബ്ലഡിലേക്കാണ് റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹ്യൂമോറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുക. ക്ലിയർ? സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Yes, differentiate between active and passive immunity. Give any one example where passive immunization is needed. നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി 2 തരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാം. ഒന്ന് ആക്റ്റീവ്ലിയും 2 പാസീവ്ലിയും. അപ്പം അടുത്ത ക്ലാസിഫിക്കേഷൻ എഴുതി വെച്ചോളൂ. ഇമ്മ്യൂണിറ്റി, ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റി, ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത്, നമുക്ക് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആണ്, അല്ലേ? അപ്പം ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ ആക്റ്റീവ് ആയിട്ടിരുന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി. പാസീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എപ്പോഴും കുറച്ച് ടൈം എടുക്കും റെസ്പോൺസിന് വേണ്ടിയിട്ട്, കുറച്ച് തവണ റെസ്പോണ്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഒരു പ്രൈമറി റെസ്പോൺസ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. പ്രൈമറി റെസ്പോൺസ് പക്ഷേ ഭയങ്കര സ്ലോ ആണ്. കാരണം ആന്റിജന്റെ ആക്ഷൻസ് എങ്ങനെയാണെന്ന് ബോഡി പഠിക്കണം, അല്ലെ ആ സെല്ലുകൾ സ്റ്റഡി ചെയ്യണം. അപ്പം ഫസ്റ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്കറിയാം. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ച് സമയമെടുക്കും, കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ വർക്കിംഗ് എന്ന് പറയുക. അപ്പൊ നോക്കിക്കേ, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, നമ്മുടെ ബോഡിക്ക് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? വെൻ ഹോസ്റ്റ് ഈസ് എക്സ്പോസ്ഡ് ടു ആന്റിജൻ. ഇപ്പൊ നമ്മുടെ ബോഡി ഒരു ആന്റിജനുമായിട്ട് എക്സ്പോസ് ചെയ്യുന്നു. അത് ചിലപ്പം ലിവിങ് ആന്റിജൻ ആവാം, അല്ലെങ്കിൽ വീക്കെൻഡ് കിൽഡ് ആയിട്ടുള്ള ആന്റിജൻസ് ആവാം. സ്വാഭാവികമായും നമ്മുടെ ബോഡി എന്ത് ചെയ്യും? സ്പെസിഫിക് ആന്റിബോഡീസ് ആർ പ്രൊഡ്യൂസ്ഡ് വിത്തിൻ അവർ ബോഡി, അല്ലെ, അഗൈൻസ്റ്റ് ദാറ്റ് പെർട്ടിക്കുലർ ആന്റിജൻസ്. ആ ആന്റിജനെതിരെ പെർട്ടിക്കുലർ ആന്റിബോഡീസിനെ നമ്മുടെ ബോഡി ഇൻ റെസ്പോൺസ് ആയിട്ട് സിന്തസൈസ് ചെയ്യും. അങ്ങനെ നമ്മുടെ ബോഡിക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒറ്റയ്ക്ക് ആക്റ്റീവായിട്ട് പ്രവർത്തിച്ച് ആന്റിബോഡീസിനെ സിന്തസൈസ് ചെയ്ത് ആന്റിജനെ കില്ല് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഇമ്മ്യൂണിറ്റിയെ നമ്മൾ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കും. NCERT നല്ലൊരു ഡെഫിനേഷൻ ഉണ്ട്, അത് നിങ്ങൾ നോക്കുക. വെൻ ഹോസ്റ്റ് ഈസ് എക്സ്പോസ്ഡ് ടു ഹോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ആന്റിജൻ ആരെയാണോ അറ്റാക്ക് ചെയ്യുന്ന ആ ബോഡീനെ നമ്മൾ ഹോസ്റ്റ് ബോഡി എന്ന് വിളിക്കും. വെൻ ഹോസ്റ്റ് ഈസ് അറ്റാക്ഡ് ഓർ എക്സ്പോസ്ഡ്, അറ്റാക്ഡ് വേണ്ട, എക്സ്പോസ്ഡ് ടു ആന്റിജൻസ്. ജീവനുള്ള ആന്റിജൻ ആവാം, കിൽഡ് ആവാം, അല്ലെങ്കിൽ വീക്കൻഡ് ആകാം. അതിനൊരു ഡിസീസ് ആ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ലാത്തവരായിരിക്കാം. അങ്ങനെയുള്ള കേസിൽ നമ്മുടെ ബോഡി ആന്റിബോഡീസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഹോസ്റ്റ് ബോഡി. അതിനെയാണ് നമ്മൾ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഇത്ര ഓർത്താൽ മതി. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആന്റിജനെ ഡിസ്ട്രോയ് ചെയ്യുന്ന അത്തരത്തിൽ നമ്മുടെ ബോഡിക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി, അതിനെയാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ചുരുക്കി പറഞ്ഞാൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി നമ്മുടെ ബോഡിക്ക് വേണമെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ വർക്ക് ചെയ്യണം. നമ്മുടെ ബോഡി തന്നെ വർക്ക് ചെയ്തേ പറ്റും. ഇമ്മ്യൂൺ സിസ്റ്റം മടി പിടിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ നോക്കിക്കേ, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി വഴി നമ്മുടെ റെസ്പോൺസ്, ആക്റ്റീവ് ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം?
പെട്ടെന്നൊരു റെസ്പോൺസ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇവോക്ക് ചെയ്യുമോ? ഒരിക്കലുമില്ല. കാരണം ആന്റിബോഡി സിന്തസിസ് ഒക്കെ നടന്ന് വളരെ പതുക്കെ അതിനെ റിലീസ് ചെയ്തേ ഇതിന്റെ അറ്റാക്കിംഗ് നടക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഈസ് വെരി സ്ലോ ആൻഡ് ഇറ്റ് ടേക്സ് ടൈം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായെങ്കിൽ എന്താണ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറ. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വളരെ ഊർജ്ജസ്വലതയോടെ വർക്ക് ചെയ്തുവെങ്കിൽ പാസീവ് ഇമ്മ്യൂണിറ്റിയിൽ എങ്ങനെയായിരിക്കും മക്കളെ? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പാസീവായിട്ടിരിക്കത്തേ ഉള്ളൂ. മടി പിടിച്ച ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ആണെന്ന് കരുതുക. അല്ലെങ്കിൽ ആ ആന്റിജൻ നമ്മുടെ ബോഡിയിൽ എത്തിയാൽ അവർ പെട്ടെന്ന് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ബോഡി പാർട്സിനെ അറ്റാക്ക് ചെയ്യും. നമ്മുടെ ബോഡിയിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരിക്കലും അത്ര ഫാസ്റ്റ് ആയിട്ട് അതിനെതിരെയുള്ള ആന്റിബോഡീസിനെ സിന്തസൈസ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? റെഡിമെയ്ഡ് ആയിട്ടുള്ള ആന്റിബോഡീസ് ആർ ഡയറക്ട്ലി ഗിവൺ ടു ദ പേഷ്യൻസ്, അല്ലെ? പേഷ്യൻസിന് അല്ലെങ്കിൽ പേഴ്സൺ അത് ആന്റിജനിക് അറ്റാക്ക് നടന്ന ഹോസ്റ്റ് ബോഡിയിലേക്ക് റെഡിമെയ്ഡ് ഓൾറെഡി എവിടെയോ നമ്മൾ ഉണ്ടാക്കി വെച്ച ആന്റിബോഡീസിനെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യിപ്പിക്കുന്നു. in order to protect the body from the foreign pathogens. അത്തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി ആണെങ്കിൽ നമ്മൾ വിളിക്കും പാസീവ് ഇമ്മ്യൂണിറ്റി. അപ്പം വെൻ റെഡിമെയ്ഡ് ആന്റിബോഡീസ്, വളരെ ഇമ്പോർട്ടൻ്റ് ടേം ആണ് റെഡിമെയ്ഡ് അല്ലെങ്കിൽ പ്രിഫോംഡ് ആന്റിബോഡീസ് എന്നൊക്കെ പറയും. വെൻ റെഡിമെയ്ഡ് ആന്റിബോഡീസ് ആർ ഡയറക്ട്ലി ഗിവൺ ടു പേഷ്യൻസ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്തെങ്കിലും ഭാരമുണ്ടോ, എന്തെങ്കിലും വർക്കുണ്ടോ ഈ കേസിൽ? ഇല്ല. കാരണം എന്താണ്? ബോഡിയിലല്ല ആന്റിബോഡീസ് ഫോം ചെയ്യുക, പിന്നെ എവിടെയാ? ഓൾറെഡി പുറത്ത് വേറെ എവിടെയോ ലബോറട്ടറി കണ്ടീഷനിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫോം ചെയ്ത ആന്റിബോഡീസിനെയാണ് നമ്മുടെ ഡിസീസ്ഡ് പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻറ്റിൻ്റെ ബോഡിയിലേക്ക് കടത്തിവിടുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പതുക്കെ പ്രവർത്തിച്ച്, എപ്പോൾ പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. ഓക്കെ, സോ വെൻ റെഡിമെയ്ഡ് ആന്റിബോഡീസ് ആർ ഡയറക്ട്ലി ഗിവൺ ടു പേഷ്യൻസ് to protect the body against foreign pathogens. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ഇമ്മ്യൂണിറ്റിനെ നമ്മൾ വിളിക്കും പാസീവ് ഇമ്മ്യൂണിറ്റി. സോ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് മനസ്സിലാക്കുന്നു. ഇനി ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിക്ക് ഒരു എക്സാമ്പിൾ പറയാം. ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിരിക്കുന്നത് give one example where passive immunization is needed എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാൽ നമുക്ക് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയുടെ ഒരു എക്സാമ്പിളും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏതാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയുടെ എക്സാമ്പിൾ? വാക്സിനേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. കോവിഡ് വന്നപ്പോൾ എല്ലാവരും വാക്സിൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ? കോവിഷീൽഡ് പല വാക്സിനുകൾ എടുത്തിട്ടുണ്ട് അഗെയിൻസ്റ്റ് നമ്മുടെ കൊറോണ വൈറസ് COVID-19 എതിരെയായിട്ട്. അപ്പം എന്താണ് മക്കളെ ഒരു വാക്സിൻ എന്ന് പറഞ്ഞാൽ? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിളാണ് വാക്സിനേഷൻ. എന്താ വാക്സിൻ? എന്താണ് നമ്മുടെ ബോഡിയിലേക്ക് കുത്തിവെച്ചത്? നമ്മൾ വാക്സിൻ എടുത്തു എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ആ വാക്സിനിലുള്ളത്? അറിയാമോ എന്തായിരുന്നു ആ വാക്സിനിലുള്ളത്? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയുടെ ഡെഫിനിഷനുമായിട്ട് ഒന്ന് ഒത്തുനോക്കിയിട്ടൊന്ന് പറഞ്ഞേ അതിൻ്റെ വാക്സിൻ എന്താണ് എന്നുള്ളത്. വാക്സിനേഷൻ നമ്മുടെ ബോഡിയിൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയാണ് തരിക എന്നും പറയുന്നു. വാക്സിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രിപ്പറേഷൻ ഓഫ് കിൽഡ് ഓർ വീക്കൻഡ് പാത്തജൻ. അതായത് നമ്മുടെ കൊറോണ വൈറസിന്റെ കിൽഡ് ഫോം അല്ലെങ്കിൽ അതിനെ വീക്കൻഡ് ഫോമിനെയാണ് നമ്മുടെ ബോഡിയിലേക്ക് ഇൻജെക്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ ബോഡി അതിനെതിരെയുള്ള ആന്റിബോഡീസിനെ പ്രിപ്പയർ ചെയ്ത് വെക്കും. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്ത് പവർ ഉണ്ട്? മെമ്മറി പവർ ഉണ്ട്. സോ പിന്നീട് ശരിക്കുമുള്ള ആന്റിജൻ, ശരിക്കുമുള്ള കൊറോണ വൈറസ് നമ്മുടെ ബോഡിയിലെ ഇൻഫെക്റ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിരിക്കും. സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ്, പ്രൈമറി ആയിരുന്നു ഭയങ്കര സ്ലോ. അല്ലെ, ഒരു സ്റ്റാർട്ടിങ് ട്രബിളേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതേ ആൾ നമ്മളെ അറ്റാക്ക് ചെയ്യാമെന്നാൽ നമ്മുടെ ബോഡിക്ക് അറിയാം എന്ത് സ്ട്രാറ്റജിയാണ് ഇറക്കേണ്ടത് എന്നുള്ളത്. സോ ആ ഒരു പ്രിൻസിപ്പിളാണ് വാക്സിനേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ബോഡി സ്വന്തമായിട്ട് തന്നെയാണല്ലോ ആന്റിബോഡീസിനെ സിന്തസൈസ് ചെയ്യുക. നമ്മുടെ ബോഡിയിലേക്ക് കുത്തിവെക്കുന്നത് ആന്റിബോഡീസിനെ അല്ല, ആന്റിജനെയാണ് കുത്തിവെക്കുക, കിൽഡ് ഓർ വീക്കൻഡ് ആന്റിജൻ. അതിന് പകരം നമ്മുടെ ബോഡി ആന്റിബോഡീസിനെ സിന്തസൈസ് ചെയ്യുന്നു. സോ ദാറ്റ് our immune system is actively involved in the immune response. So it's called active immune response. Example vaccination, vaccines. അങ്ങനെയാണെങ്കിൽ പാസീവ് ഇമ്മ്യൂണൈസേഷന് ഒരു എക്സാമ്പിൾ എപ്പോഴാണ് നമുക്കത് ആവശ്യമായിട്ട് വരിക? പാസീവ് ഇമ്മ്യൂണൈസേഷൻ എപ്പോഴായിരിക്കും ആവശ്യം വരിക? ഇപ്പോൾ ഒരാളെ പാമ്പ് കടിച്ചു, സ്നേക്ക് ബൈറ്റ്.
അല്ലേ? സ്നേക്ക് ബൈറ്റിൽ നമുക്കറിയാം ആ വിഷം, അതിനകത്ത് ഒരുപാട് ടോക്സിൻസ് ഉണ്ട്, പോയിസൺ ആണത്. സ്നേക്ക് വെനം എന്ന് പറയും. വെനം കണ്ടെയ്ൻസ് ന്യൂറോടോക്സിൻസ്, ഹൈലി ടോക്സിക് ആണ് ഈ വെനം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ന്യൂറോടോക്സിക്, അതായത് നമ്മുടെ നെർവസ് സിസ്റ്റത്തെ, ബ്രെയിനിനെ ഒക്കെ അഫക്റ്റ് ചെയ്യും. ബ്രെയിനിനെയാണ് ഇവർ ആദ്യമേ ന്യൂറോടോക്സിക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ മനസ്സിലാക്കേണ്ടത്? ടോക്സിക് സബ്സ്റ്റൻസസ് ദാറ്റ് ഡാമേജസ് നെർവസ് സിസ്റ്റം, ദാറ്റ് അഫക്ട്സ് നെർവസ് സിസ്റ്റം. നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയാണ് ഈ സ്നേക്ക് വെനം അഫക്റ്റ് ചെയ്യുക. അത് വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും. നമുക്കറിയാം അല്ലേ, ഈ ഒരു പാമ്പ് കടി ഏറ്റ ആൾക്ക് പ്രത്യേകിച്ച് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് ഉടനെ തന്നെ വൈദ്യസഹായം തേടുക എന്നാ പറയുക. എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്ന നമ്മുടെ മെഡിസിൻസ്, ബാക്കി കാര്യങ്ങളൊന്നും അവിടെ ഏക്കാതെ വരുന്നത്? കാരണം അത്ര ഫാസ്റ്റ് ആണ് ഈ വെനം, സ്നേക്ക് വെനത്തിന്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമ്മുടെ ബോഡി ഇതിനെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്ത് ആന്റിബോഡീസിനെയൊക്കെ സിന്തസൈസ് ചെയ്ത് വരുമ്പോഴത്തേനും ആള് മേളിലെത്തിയിട്ടുണ്ടാവും. സോ അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആ ഒരു ഫെയ്റ്റാലിറ്റി അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ബോഡിയിലുള്ള ആന്റിബോഡീസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പോവോ നമ്മൾ? ഇല്ല. ഒരു ആന്റി വെനം ബോഡിയിലേക്ക് ഇൻജെക്ട് ചെയ്യും. ആന്റി വെനം, അതായത് ഈ വെനത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട്, ആന്റി മീൻസ് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു ആന്റി വെനം. അതൊന്നുമില്ല, പ്രിഫോംഡ് ആന്റിബോഡീസ് ആണ് എഗെയിൻസ്റ്റ് ദാറ്റ് പെർട്ടിക്കുലർ വെനം. സ്നേക്ക് വെനത്തിനെതിരെയുള്ള ഓൾറെഡി ഫോം ചെയ്ത് വെച്ചിരിക്കുന്ന ആന്റിബോഡീസിനെ തന്നെയാണ് ഇൻജെക്ട് ചെയ്തത് ആന്റി വെനം. അപ്പം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് കുറച്ചുകൂടി ഒരു മോട്ടിവേഷൻ കിട്ടി അല്ലേ? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പതുക്കെ ആക്റ്റീവായി വന്നാലും കുഴപ്പമില്ല, ഓൾറെഡി ആന്റിബോഡീസ് നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കഴിഞ്ഞു, അവരുടെ ആക്ഷൻ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ആളുടെ ആ ഒരു ഗുരുതരമായ അവസ്ഥയെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. സ്നേക്ക് ബൈറ്റിന്റെ ഒക്കെ കേസിലാണ് പാസീവ് ഇമ്മ്യൂണിറ്റി യൂസ് ചെയ്യുക. Okay, so give one example where passive immunization is needed. Example, snake bite in the case. I will description and add the okay, the moonamate question clear ayo. Active passive immunity differences are the examples. Okay, going to the next question. State the functions of primary and secondary lymphoid organs. Primary, secondary lymphoid organs and or introduction nammal kazhinja session il kandirunnu alle. Primary lymphoid and secondary lymphoid organs inde oru list thannitte adine categorize cheyan paranju. അത് നമ്മൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചതാണ്. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തല്ല, പ്രൈമറി ലിംഫോയിഡ് ഓർഗന്റെയും സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിന്റെയും ഫങ്ഷൻസ് ആണ് ചോദിച്ചിരിക്കുക. അപ്പൊ നോക്കിക്കോ, പ്രൈമറി lymphoid organs. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് എന്നൊക്കെ വെച്ചാൽ എന്താ മക്കളെ? നമ്മുടെ ലിംഫോസൈറ്റുകളുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അവരുടെ ആക്ഷൻ ഒക്കെ നടക്കുന്ന സ്ഥലമാണ് ഈ ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയുക. ഫസ്റ്റ് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്, അതിന് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞായിരുന്നു, ബോൺ മാരോ ആൻഡ് തൈമസ്. സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയായിരുന്നു? അപ്പൻഡിക്സ് കണ്ടായിരുന്നു, പെയർസ്, പാച്ചസ് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ടോൺസിൽസ് അല്ലെ, ലിംഫ് നോഡ്സ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു അതിൻ്റെ എക്സാമ്പിൾസിൽ. ഇവിടെ ചോദിച്ചിരിക്കുക ഇതിൻ്റെ ഫങ്ഷൻസ്. ഫങ്ഷണലി ഈ രണ്ട് ടൈപ്പ് ലിംഫോയിഡ് ഓർഗൻസും എങ്ങനെ ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്നു? പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ ലിംഫോസൈറ്റുകൾ ഏതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ലിംഫോസൈറ്റുകൾ? ബി ആൻഡ് ടി ലിംഫോസൈറ്റുകൾ. അവരുടെ ഫോർമേഷൻ, അതുപോലെ അവരുടെ ഡിഫറൻസിയേഷൻ നടക്കുന്ന സ്ഥലം, അവരുടെ മച്വറേഷൻ നടക്കുന്ന സ്ഥലമാണ് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്. സോ എഴുതുക, ഇമ്മച്വർ ലിംഫോസൈറ്റ്സ്, അതിന്റെ differentiate into antigen sensitive one. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിലെ ലിംഫോസൈറ്റുകളുടെ മച്വറേഷൻ, അതേപോലെ ഒരു ഡിഫറൻസിയേഷൻ നടത്തുന്നു. ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കഴിവ് അവർ ആർജിച്ചെടുക്കുന്ന ആ ഒരു കണ്ടീഷൻ, ആ ഒരു അവസ്ഥേനെയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന് പറയുക. നമുക്കറിയാം ലിംഫോസൈറ്റുകൾ വെറുതെ മച്വേർഡായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ഫംഗ്ഷൻ എന്താണ്? അവർക്ക് കളത്തിലിറങ്ങി കളിക്കണം അല്ലെ? നമ്മുടെ ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ സോൾജിയേഴ്സ് ഓഫ് ദ ബോഡിയാണ് നമ്മുടെ വൈറ്റ് ബ്ലഡ് സെല്ലുകൾ, മെയിൻലി ലിംഫോസൈറ്റുകൾ.
അപ്പൊ എന്ത് ചെയ്യണം? അവർക്ക് ആന്റിജനെ റെക്കഗ്നൈസ് ചെയ്യാനും അവരോട് ചേർന്ന് റെസിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്ത് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷൻ ചെയ്യേണ്ടവരാണ് ഇവർ. അപ്പോൾ ഇമ്മച്വർ ലിംഫോസൈറ്റ്സ് ഡിഫറൻഷിയേറ്റ്സ് ഇൻറ്റു ആന്റിജൻ സെൻസിറ്റീവ് വൺ. ഈ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിൽ വെച്ചിട്ടാണ് ഇമ്മച്വർ ലിംഫോസൈറ്റുകളുടെ ഡിഫറൻസിയേഷൻ നടക്കുക. അങ്ങനെ ഡിഫറൻസിയേഷൻ നടന്ന് ഇവരെന്തായിട്ട് മാറുന്നു? ആന്റിജൻ സെൻസിറ്റീവ് ലിംഫോസൈറ്റുകളായി മാറുന്നു. ആന്റിജനെ കണ്ടാൽ അവരെ തിരിച്ചറിയാനും അവരെ ഡിസ്ട്രോയ് ചെയ്ത് കളയാനും സെൻസിറ്റീവായി ഉള്ളവരായിട്ട് സെൻസിറ്റിവിറ്റി ഉള്ളവരായിട്ട് മാറുകയാണ് ചെയ്യുക. ഓക്കെ, പ്രൈമറി ലിംഫോയിഡ്. അപ്പം പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിന്റെ ഫംഗ്ഷൻ മനസ്സിലായല്ലോ. ഇമ്മച്വർ ലിംഫോസൈറ്റ്സ് ഡിഫറൻഷിയേറ്റ് ഇൻറ്റു ആന്റിജൻ സെൻസിറ്റീവ് വൺ. ആന്റിജനെ കണ്ടാൽ തിരിച്ചറിയാൻ അവരെ തിരിച്ച് അറ്റാക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി സെക്കൻഡറി പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിന്റെ എക്സാമ്പിൾസ് ഒക്കെ ആണല്ലോ ബോൺ മാരോ ആൻഡ് തൈമസ്. ഇനി സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? ഈ ഡിഫറൻസിയേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ലിംഫോസൈറ്റുകൾക്ക് ആന്റിജനെതിരെ പൊരുതണം, കളത്തിലിറങ്ങി കളിക്കണം. അങ്ങനെ കളത്തിലിറങ്ങി കളിക്കാനുള്ള സ്പേസ് ഒരുക്കുന്നവരാണ് ആര്? സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ. സോ മച്വേർഡ് ലിംഫോസൈറ്റ് അല്ലെങ്കിൽ ഡിഫറൻഷിയേഷൻ കഴിഞ്ഞ ലിംഫോസൈറ്റുകൾ എങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു? പതുക്കെ. ഇനി അവരവിടെ നിന്നിട്ട് കാര്യമില്ല. അവർക്ക് ചെയ്യേണ്ട കഴിവുകൾ അല്ലെങ്കിൽ അവർക്ക് ആർജിച്ചെടുക്കേണ്ട കഴിവുകളെല്ലാം അവർക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ? ഇനി അവർ പയ്യെ മൈഗ്രേറ്റ് ചെയ്യണം, കളത്തിലിറങ്ങി കളിക്കാൻ പോവുകയാണ്. ആരാണ് അതിനുള്ള സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് ആണ്. അപ്പൊ അതിങ്ങനെയാണ് അതിന്റെ ഫംഗ്ഷൻ. ദേ പ്രൊവൈഡ് സൈറ്റ് ഫോർ ഇന്ററാക്ഷൻ ഓഫ് ലിംഫോസൈറ്റ്സ്. ആരുമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്? വിത്ത് ആന്റിജൻ അല്ലേ? ആന്റിജനുമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിൽ വെച്ച് ഇവരുടെ മൾട്ടിപ്ലിക്കേഷൻ നടക്കും. പ്രൊലിഫറേഷൻ എന്ന് വിളിക്കും. പ്രൊലിഫറേഷൻ takes place, thereby forming effector സെല്ലുകൾ. അവർ ഇഫക്റ്റർ സെല്ലുകളായിട്ട് അവർക്കൊരു രൂപമാറ്റം സംഭവിക്കും സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിൽ വെച്ചിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രൈമറി സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ്, അതിൻ്റെ ഫങ്ഷൻസ് വിത്ത് എക്സാമ്പിൾസ് നമുക്ക് ഓൾറെഡി അറിയാം. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിൽ എന്തൊക്കെയാണ് മക്കളെ സംഭവിക്കുന്നത്? മച്വറേഷൻ, ഡിഫറൻസിയേഷൻ. സാധാ ലിംഫോസൈറ്റുകൾ ആന്റിജൻ സെൻസിറ്റീവ് ലിംഫോസൈറ്റുകളായിട്ട് മാറുന്നു. എവിടെ വെച്ച്? പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിൽ വെച്ച്. അടുത്തത് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ്. യെസ്, നമ്മുടെ കളത്തിലിറങ്ങി കളിക്കുന്നു. സ്പേസ് or site, it provides site for interaction of lymphocytes with the antigen. Then proliferation takes multiplication of this differentiated lymphocytes takes place to form effector cell. effector സെല്ലുകൾ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഇപ്പൊ T ലിംഫോസൈറ്റുകൾ എടുക്കുകയാണെങ്കിൽ T സെൽസ് പ്രൊലിഫറേറ്റ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തിട്ട് രണ്ട് തരം T സെല്ലുകളായിട്ട് മാറി. ഒന്ന് TH സെൽസ്, അതായത് T ഹെൽപ്പർ T സെൽസ് എന്നും TC സെൽസ് എന്നും സൈറ്റോടോക്സിക് T സെൽസ് എന്നും. അവർ കുറച്ചും കൂടെ ഫംഗ്ഷൻ കുറച്ചുകൂടെ സ്പെഷ്യലൈസ്ഡ് ആക്കി. അതാണ് ഇഫക്റ്റർ സെല്ലുകൾ എന്ന് പറയുക. ഓക്കെ മക്കളെ, അപ്പം ദീസ് ആർ ദ മേജർ ഡിഫറൻസസ്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി വേരിയസ് ടൈപ്സ് ഓഫ് ഡിസോർഡേഴ്സ് അറൈസിങ് ഫ്രം ഇംപ്രോപ്പർ ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ലെന്നോ? അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ടോ നമ്മുടെ ബോഡിയിൽ? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമുക്കെതിരെ ആക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ടോ നമ്മുടെ ബോഡിയിൽ? അപ്പം നമ്മുടെ ബോഡിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം എങ്ങനെ വരിക? വേരിയസ് ടൈപ്സ് ഓഫ് ഡിസോർഡേഴ്സ് നമ്മുടെ ടെക്സ്റ്റിൽ നല്ല ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഇംപ്രോപ്പർ ഫങ്ഷനിങ് ലീഡ്സ് ടു സർട്ടൻ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ സർട്ടൻ കണ്ടീഷൻസ്. അതിൽ ഒന്നാമത്തേതാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ച് ഓവറായിട്ട് വർക്ക് ചെയ്താൽ. ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ ഇത്രയും വേണ്ട, ഇത്ര ഓവർ ആക്കണ്ട എന്ന് പറയും. അതായത് ചില സമയങ്ങളിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു എക്സാജറേറ്റഡ് റെസ്പോൺസ് കാണിക്കും. എൻവയോൺമെന്റിൽ കാണുന്ന ചില ആന്റിജൻസിനോട് നമ്മുടെ ബോഡി എക്സാജറേറ്റഡ് എന്ന് പറഞ്ഞാൽ അമിതമായ റെസ്പോൺസ് കാണിക്കും.
നോർമലി കാണിക്കേണ്ടതിൽ നിന്നും കുറച്ചും കൂടെ കൂടിയ റെസ്പോൺസ് കാണിക്കും. ആ ഒരു കണ്ടീഷൻ, അതും അപ്പം ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷനിങ് അല്ലേ, അതിനെ നമ്മൾ വിളിക്കും ഏതാണ് ആ കണ്ടീഷൻ? അലർജി. അലർജിയുടെ ഡെഫിനേഷൻ എന്തെന്നാണ്? യെസ്, ദ എക്സാജറേറ്റഡ് റെസ്പോൺസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം. ആരോടാ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എക്സാജറേറ്റഡ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത്? എക്സാജറേറ്റഡ് റെസ്പോൺസ് ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ടു സർട്ടൈൻ ആന്റിജൻസ്. ചില ആന്റിജൻസിനോടാണ്. എവിടെ കാണുന്നത്? ആന്റിജൻസ് പ്രസന്റ് ഇൻ ദ എൻവയോൺമെന്റ്. ഏതൊക്കെയാവാം ആ ആന്റിജൻസ്? അല്ലെങ്കിൽ അലർജി കോസ് ചെയ്യുന്ന ആന്റിജൻസിനെ നമ്മൾ വിളിക്കും അലർജൻസ് എന്നാ വിളിക്കുക. അലർജൻസിന് എക്സാമ്പിൾസ് എന്തൊക്കെയായിരിക്കാം? ആനിമൽ ഡാൻഡർ, ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പോളൻ, മൈറ്റ്സ്, ഇതൊക്കെ ആയിരിക്കാം അലർജൻസിന്റെ എക്സാമ്പിൾസ്. ഇനി രണ്ടാമത്തെ ഡിസോർഡർ, ഇംപ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മൾ ആദ്യമേ പഠിച്ചായിരുന്നു ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരു കഴിവുണ്ട്. എന്ത്? നമ്മുടെ ബോഡിയിലുള്ള സെൽഫ് സെല്ലുകളിൽ നിന്നും മറ്റ് സെല്ലുകളെ, നോൺ സെൽഫ് സെല്ലുകളെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു തിരിച്ചറിയാനുള്ള കഴിവ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പുറത്തു നിന്നും വരുന്ന ഒരു ആന്റിജനെതിരെ അത് ആക്ഷൻ നടത്തുക അല്ലെ. അങ്ങനെ ഒരു വേർതിരിച്ചറിയാനുള്ള, നമ്മുടെ ബോഡിയിലുള്ള സെൽഫിനെ നോൺ സെൽഫിൽ നിന്നും വേർതിരിച്ചറിയാനായിട്ടുള്ള ഒരു കഴിവുണ്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്. ഇനി ചില ആൾക്കാരിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ആ ഒരു കഴിവ് നഷ്ടപ്പെട്ടു പോകും. ഇൻ ഓർഡർ ടു ഡിഫറൻഷിയേറ്റ് സെൽഫ് ഫ്രം നോൺ സെൽഫ് സെൽസ്. അപ്പൊ എന്ത് ചെയ്യുമായിരിക്കും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം? നമ്മുടെ ബോഡിയിലുള്ള സെല്ലിനെ തന്നെ അറ്റാക്ക് ചെയ്യും. നമ്മുടെ ബോഡിയിലുള്ള സെല്ലുകൾക്കെതിരെ തന്നെ നമ്മുടെ സ്വന്തം ഇമ്മ്യൂൺ സിസ്റ്റം ആക്ട് ചെയ്യും. എന്തായിരിക്കും ആ അവസ്ഥയുടെ പേര്? യെസ്, അതിനെ നമ്മൾ വിളിക്കും ഓട്ടോ ഇമ്മ്യൂണിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി. അതിൻ്റെ റീസൺ പറയുക. ഡ്യൂ ടു ജനറ്റിക് റീസൺ ആവാം, അല്ലെങ്കിൽ ചില അൺനോൺ റീസൺസ്. അതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള റീസൺ ഇതുവരെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. സോ ഓട്ടോ ഇമ്മ്യൂണിറ്റിയുടെ കാരണം ജനറ്റിക് ആവാം, അല്ലെങ്കിൽ അൺനോൺ റീസൺസ് ആവാം. എന്ത് സംഭവിക്കുന്നത്? യെസ്, ദ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്സ് സെൽഫ് സെൽസ്. ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ഓട്ടോ ഇമ്മ്യൂണിറ്റി. അപ്പൊ ഇതുവഴി ഉണ്ടാകുന്ന ഡിസോർഡേഴ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിന് എക്സാമ്പിൾ പറഞ്ഞ് NCERT പറയുക. ഏതാണ്? റുമറ്റോയിഡ് ആർത്തറൈറ്റിസ്. എക്സാമ്പിൾ ഫോർ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. നമ്മുടെ ജോയിൻസിനെ ഒക്കെ എഫക്റ്റ് ചെയ്യുന്നതാണ് ഈ റുമറ്റോയിഡ് ആർത്തറൈറ്റിസ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വന്ന് ജോയിൻസിനെ എഫക്റ്റ് ചെയ്യും. അതുവഴി ബോൺസ് ഒക്കെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അത് ആ സ്പേസസ് ഒക്കെ റീലൊക്കേറ്റ് ആയിപ്പോവും. അതും ഡിസ്ഫിഗർമെന്റ് ഓഫ് ഹാൻഡ്സ്, ലെഗ്സ് ഒക്കെ സംഭവിക്കും റുമറ്റോയിഡ് ആർത്തറൈറ്റിസിന്റെ ഫലമായിട്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഡിസോർഡേഴ്സ് ആണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഇംപ്രോപ്പർ ഫംഗ്ഷനിങ് മൂലം ഉണ്ടാകുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് അലർജി, രണ്ട് ഓട്ടോ ഇമ്മ്യൂണിറ്റി. ക്ലിയർ? സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെയിം ദ വൈറസ് റെസ്പോൺസിബിൾ ഫോർ കോസിങ് എയ്ഡ്സ് ഇൻ ഹ്യൂമൻസ് ആൻഡ് വൈ ആർ ദീസ് വൈറസസ് സോ നെയിംഡ്? നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് എയ്ഡ്സ്. എന്താണ് എയ്ഡ്സിന്റെ ഫുൾ ഫോം? എയ്ഡ്സ് ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം കേട്ടോ. ഇറ്റ് ഇസ് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. Acquired immunodeficiency syndrome. AIDS. Acquired immunodeficiency syndrome. Question ഇതാണ്. Name the virus responsible for causing AIDS in humans. AIDS എന്ന് പറയുന്ന ഒരു വൈറൽ ഡിസീസ് ആണ്, ഒരു വൈറൽ ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്. അതിന്റെ കോസേറ്റീവ് ഏജന്റ് ഏതാ? എല്ലാവർക്കും അറിയാം. യെസ്, HIV. HIVയുടെ ഫുൾ ഫോം പറഞ്ഞേ. ഹ്യൂമൻ ഇമ്മ്യൂണോ deficient virus, HIV. ഇനി ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല. വൈ ആർ ദീസ് വൈറസസ് സോ നെയിംഡ്? എന്തുകൊണ്ടാണ് HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് അതിന് ആ കൊസേറ്റീവ് ഏജന്റിന് പേര് വരാൻ കാരണം? എന്തുകൊണ്ടാവാം? HIV എങ്ങനെയാണ് ഒരാളെ ഇൻഫെക്റ്റ് ചെയ്യുന്നത്?
ഒരാളുടെ ഏത് സെല്ലിനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്, അതുമൂലം ആൾക്ക് എന്ത് സംഭവിക്കുന്നു, ആളുടെ എന്ത് വീക്കാകുന്നു, അതിനെ ആ ഒരു അവസ്ഥയുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമ്മൾ ഈ HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നുള്ള പേര് വന്നിരിക്കുന്നത്. മക്കളെ, നമ്മുടെ HIV ഇൻഫെക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലെ T ഹെൽപ്പർ സെല്ലിനെയാണ്, TH സെല്ലുകളെയാണ്. T സെല്ലുകൾ നമ്മുടെ ബോഡിക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ബോഡിക്ക് പ്രൊവൈഡ് ചെയ്യുക. T ഹെൽപ്പർ സെല്ലുകൾ, T സെല്ലുകൾ, കോമൺലി T സെല്ലുകൾ. സോ ഈ T സെല്ലുകളെ അമിതമായി ഈ വൈറസിനെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഇവർ T സെല്ലുകളെ കൂടുതലായിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? There happens a rapid reduction in the number of TH cells. TH സെല്ലുകളുടെ ഒരു റാപ്പിഡ് റിഡക്ഷൻ വരും. ഒരുപാട് സെല്ലുകൾ ഇങ്ങനെ ഡിസ്ട്രോയ് ആയി പൊക്കോണ്ടേയിരിക്കും. T സെല്ലുകൾ നമ്മുടെ ബോഡിയുടെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടുകളാണ് ഇവർ. ഇവരുടെ നമ്പർ ഡ്രാസ്റ്റിക് ആയിട്ട് കുറഞ്ഞാൽ നമ്മുടെ ബോഡീനെ അത് എങ്ങനെ എഫക്റ്റ് ചെയ്യും? എയ്ഡ്സ് ബാധിച്ച ഒരാളെ എങ്ങനെ അത് എഫക്റ്റ് ചെയ്യും? ആളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റം ബിക്കം വീക്ക്. ആ പേഷ്യൻ്റ് അപ്പം he or she is prone to various kinds of diseases. അല്ലേ? എന്തൊരു ഡിസീസ്, പാത്തജൻ അറ്റാക്ക്, ആന്റിജനിക് അറ്റാക്ക് വന്നാലും ആളുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് അല്ലേ? So he or she may be prone to many kinds of diseases. അപ്പോൾ ആളുടെ ഇമ്മ്യൂണിറ്റി പയ്യെ കുറഞ്ഞു വരും. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി വീക്ക് ആക്കുന്നതിന് കാരണമാകും ഈ വൈറസ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വൈറസിന് എന്ത് പേരിട്ടിരിക്കുന്നത്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറയുന്നത്. നമുക്ക് പറയാം, the patient is immunodeficient. The patient become immunodeficient, that he or she is unable to protect himself or herself from infections. അയാളുടെ ബോഡിയെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല, ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പറ്റുന്നില്ല. സോ അതുകൊണ്ടാണ് ആള് ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻ്റ് ആണ്, ഇമ്മ്യൂണോ ഡെഫിഷ്യൻ്റ് ആണ്. സോ അതുകൊണ്ടാണ് ആ പേര് വന്നത് HIV. അപ്പം അത് റിലേറ്റ് ചെയ്ത് നിങ്ങൾ അതിൻ്റെ ആൻസർ എന്ന് എഴുതണം. ഓക്കെ, so let's move to the next question. Name the type of human cell HIV attacks as it enters into the body. ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴേ നമ്മുടെ HIV ആരെ അറ്റാക്ക് ചെയ്യുന്നു, ആരാണ് HIVയുടെ കണ്ണിൽ പെടുക. ആൻഡ് എക്സ്പ്ലെയിൻ ദ ഇവൻറ്റ്സ് ദാറ്റ് ഒക്യൂർ ഇൻ ദ സെൽ വിച്ച് ഫർദർ ലീഡ് ടു കോസ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അതിനുള്ളിൽ നടക്കുന്ന, സെല്ലിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, ഒരാളുടെ ഇമ്മ്യൂണിറ്റി വീക്ക് ആക്കാൻ പാകത്തിന് HIV നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നു, ഇവൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടിൽ. സോ ഫസ്റ്റ് പാർട്ട് നമുക്ക് നോക്കാം. നെയിം ദ ടൈപ്പ് ഓഫ് ഹ്യൂമൻ സെൽ HIV അറ്റാക്സ്. സെല്ലിലേക്ക്, ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്, നമ്മുടെ HIV അറ്റാക്ക് ചെയ്യുന്നത് ആരെയാണ് മക്കളെ? ആരെയാണ്? യെസ്, മാക്രോഫേജുകളെയാണ്. മാക്രോഫേജസ്. HIV അറ്റാക്സ് മാക്രോഫേജസ്. മാക്രോഫേജസിനെ അറ്റാക്ക് ചെയ്യുന്നത്, അതായത് മാക്രോഫേജ് സെല്ലിലേക്ക് നമ്മുടെ വൈറൽ RNA, നമുക്കറിയാം HIV എന്ന് പറയുന്നത് ഒരു RNA വൈറസ് ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു RNA വൈറസ് ആണ്. അപ്പോൾ ഈ വൈറസ് മാക്രോഫേജുകളെയാണ് ആദ്യമേ ഇനീഷ്യലി അഫക്റ്റ് ചെയ്യുക. മാക്രോഫേജസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാഗോസൈറ്റോസിസിലൊക്കെ വളരെ ഇൻവോൾവ്മെൻ്റ് ഉള്ള ടൈപ്പ് ഓഫ് സെല്ലുകളാണ്. ലിംഫോസൈറ്റുകളുടെ തന്നെ ടൈപ്പാണ് മാക്രോഫേജ് എന്ന് പറയുക. അപ്പോൾ ഈ മാക്രോഫേജുകളിലേക്ക് ഈ RNA ജീനോം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് മാക്രോഫേജുകൾ കൂടുതൽ നമ്പർ ഓഫ് വൈറൽ പ്രോജനീസിനെ സിന്തസൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. മാക്രോഫേജുകൾ മില്യൺസ് അല്ലെങ്കിൽ ന്യൂമറസ് വൈറൽ പ്രോജനീസ്, പുതിയ HIV ആ വൈറസിനെ ബോഡിയിലേക്ക് റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ റിലീസ് ചെയ്യുന്ന വൈറസ് തൊട്ടടുത്ത മാക്രോഫേജസിനെ ഇൻവേർഡ് ചെയ്യും, അവരെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ അവസാനം മാക്രോഫേജുകൾ, നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കേണ്ട ഈ മാക്രോഫേജുകൾ എന്തായിട്ട് മാറും മക്കളെ? അവർക്കൊരു ടൈറ്റിൽ നമ്മളും കൊടുക്കും, ദേ ബിക്കം HIV ഫാക്ടറീസ്. മാക്രോഫേജസുകൾ HIV ഫാക്ടറീസ് ആയിട്ട് മാറും. അപ്പം അതാണ് ഫസ്റ്റ് പാർട്ട്, ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ. നെയിം ദ ടൈപ്പ് ഓഫ് ഹ്യൂമൻ സെൽ. മാക്രോഫേജ്. മാക്രോഫേജുകളാണ്. ദെൻ എക്സ്പ്ലെയിൻ ദ ഇവൻറ്റ്സ്. ആ ഇവൻറ്റ്സിനെ നമുക്ക് ഈ ഒരു ഡയഗ്രാം വെച്ച്, NCERTയിലെ ഡയഗ്രാമാണ് ഇത് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. HIV നമ്മൾ
റിട്രോ വൈറസ് എന്നാണ് വിളിക്കുക, റിട്രോ വൈറസ്. കാരണം അതിൻ്റെ ജീനോം എന്ന് പറയുന്നത്, ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് RNA ആണ്, റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. സാധാരണ നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് ദ സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജി എന്ന് പറഞ്ഞ്, റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ അല്ലേ? DNA റെപ്ലിക്കേറ്റ് ചെയ്ത് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് DNA ആകുന്ന പ്രോസസ്സ് റെപ്ലിക്കേഷൻ, DNA RNA ആകുന്നു ട്രാൻസ്ക്രിപ്ഷൻ, mRNA പ്രോട്ടീൻ ആകുന്നു ട്രാൻസ്ലേഷൻ. സോ നമ്മുടെ റിട്രോ വൈറസുകൾ, അതായത് HIV, നമ്മുടെ വൈറൽ പ്രോട്ടീൻ കോട്ടിനെ ഒക്കെ പുറത്ത് കളഞ്ഞിട്ട് നമ്മുടെ ജനറ്റിക് മെറ്റീരിയലിനെ മാത്രമേ ഹോസ്റ്റ് സെല്ലിലേക്ക് കയറ്റിവിടത്തുള്ളൂ, അല്ലെ കയറാൻ സാധിക്കത്തുള്ളൂ. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വൈറൽ RNA സെല്ലിനുള്ളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ദിസ് വൈറൽ RNA DNA ആയിട്ട് മാറും. സാധാരണ DNA ആണ് RNA ആയിട്ട് മാറുക, ഇവിടെ RNA DNA ആയിട്ട് മാറും. അപ്പൊ സാധാരണ നടക്കേണ്ട ട്രാൻസ്ക്രിപ്ഷൻ ആണ് എങ്കിൽ ഇവിടെ നടക്കുന്നത് എന്താണ്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ആ പ്രോസസ്. ഇവർ റിട്രോ വൈറസുകളാണ്, ഇവർക്ക് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എൻസൈം, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് എൻസൈമുകളുടെ പേര്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷന് സഹായിക്കുന്ന എൻസൈമുകൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന എൻസൈമുകളാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ വൈറൽ DNA ആയി, വൈറൽ RNA രൂപമാറ്റം സംഭവിച്ചു, വൈറൽ DNA ആയി. ആൻഡ് ദിസ് DNA is viral DNA incorporates into host genome. ഇത് ഹോസ്റ്റ് സെല്ലിന്റെ ന്യൂക്ലിയസ് അതിന്റെ DNA-യുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. അപ്പൊ ആ DNA-ക്ക് റെപ്ലിക്കേഷനും ഇതൊക്കെ നടക്കുമ്പം കൂടെ ആരുടെയും കൂടെ നടക്കുന്നുണ്ട്, നമ്മുടെ HIV ആ വൈറസിന്റെയും കൂടെ നടക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് the new viral RNAs are produced by the infected cell. ഇൻഫെക്റ്റഡ് സെല്ലുകൾ അമിതമായി ന്യൂമറസ് ആയിട്ട് വൈറൽ RNA-നെ, പുതിയ വൈറൽ RNAs-നെ സിന്തസൈസ് ചെയ്യുന്നു. അവർ പ്രോട്ടീൻ കോട്ടുകൾ സ്വീകരിക്കുന്നു, ആ സെല്ലിൽ നിന്നും റിലീസ് ആവുന്നു, തൊട്ടടുത്ത സെല്ലുകളെ ഇൻഫെക്റ്റ് ചെയ്യുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനീഷ്യലി ഇൻഫെക്റ്റ് ചെയ്യുന്നത് മാക്രോഫേജസിനെയാണ്. അപ്പം അത്രയേ ഉള്ളൂ. ഈ ഒരു ഇതിൻ്റെ അറ്റാക്ക് അല്ലെങ്കിൽ മോഡ് ഓഫ് അറ്റാക്ക് ഓഫ് HIV ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയാണ് ഒരു സെല്ലിനെ അറ്റാക്ക് ചെയ്യുക, അവിടെ നടക്കുന്ന പ്രോസസ്സ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ, എൻസൈമിൻ്റെ പേര്. അവർ അറ്റാക്ക് ചെയ്യുന്നത് മാക്രോഫേജസിനെ നമ്മൾ വിളിക്കും എന്തെന്നാണ്? HIV ഫാക്ടറി. ദെൻ അതിനുശേഷം അവർ ഹെൽപ്പർ T ലിംഫോസൈറ്റുകളെ ഇൻവേർഡ് ചെയ്യും, അഫക്റ്റ് ചെയ്യും. സോ അതിൻ്റെ ഫലമായിട്ട് ആളുടെ ഇമ്മ്യൂണിറ്റി വീക്ക് ആവും. സോ ദ പേഴ്സൺ ബിക്കംസ് ഇമ്മ്യൂണോഡെഫിഷ്യൻറ്റ്. അതാണ് ഹ്യൂമൻ ഇമ്മ്യൂണോഡെഫിഷ്യൻസി സിൻഡ്രോം. സിൻഡ്രോം എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ആണ്. ക്ലിയർ ആണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് ക്യാൻസർ എന്ന് പറയുന്ന നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിറ്റബിൾ അല്ല, നോൺ ട്രാൻസ്മിറ്റബിൾ ഡിസീസസിലേക്കാണ് പോവുക. ക്യാൻസർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡ്രെഡഡ് ഡിസീസസ് ആണല്ലോ. ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എക്സ്പ്ലെയിൻ കോണ്ടാക്ട് ഇൻഹിബിഷൻ ആൻഡ് മെറ്റാസ്റ്റേസിസ് വിത്ത് റെസ്പെക്ട് ടു ദ ഡിസീസസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാൻസർ സെല്ലുകളുടെ പ്രോപ്പർട്ടിയിൽ വരുന്ന രണ്ട് പ്രോപ്പർട്ടീസ് ആണ് കോണ്ടാക്ട് ഇൻഹിബിഷനും മെറ്റാസ്റ്റേസിസും. എന്താണ് മക്കളെ കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് കോണ്ടാക്ട് ഇൻഹിബിഷൻ? കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ സെല്ലിന്റെ പ്രത്യേകതയാണ്. നമ്മുടെ നോർമൽ സെല്ലുകൾ ഡിവൈഡ് ചെയ്യുന്നത് എവറി 24 hours അല്ലേ? അപ്പോൾ അതിന്റെ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെല്ലിന്റെ പ്രൊലിഫറേഷൻ എന്ന് പറയുന്നത് കൺട്രോൾഡ് ആണ്, റെഗുലേറ്റഡ് ആണ്. ഒരു സെല്ല് മറ്റ് പല സെല്ലുകളുമായിട്ടും ക്ലോസ്ലി അസോസിയേറ്റഡ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു സെല്ല് ബാക്കി സെല്ലുകളുടെ ഒക്കെ ഡിവിഷനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇവർ പരസ്പരം റെഗുലേറ്റ് ചെയ്യും ഇവരുടെ ആക്ടിവിറ്റീസിനെ, ഇവരുടെ ഡിവിഷനെ ഒക്കെ. അപ്പോൾ at the point of time where several cells lose this property of contact inhibition, ഈ ഒരു പ്രോപ്പർട്ടി കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന് പറയും. ഈ ഒരു പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടാൽ സെല്ലുകൾക്ക് എന്ത് പറ്റും? അവർ അൺകൺട്രോൾഡ് ആയിട്ട് അല്ലെങ്കിൽ റെഗുലേറ്റഡ് അല്ലാത്ത രീതിയിൽ ഇവർ ഡിവൈഡ് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. സോ ക്യാൻസർ സെൽ ലോസ് ദ പ്രോപ്പർട്ടി ഓഫ് കോണ്ടാക്ട് ഇൻഹിബിഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. സോ നോർമൽ സെൽസ് പ്രോപ്പർട്ടിയാണ് കോണ്ടാക്ട് ഇൻഹിബിഷൻ.
that is contact with the other cells inhibits their uncontrolled growth. So as a result of this, cancerous cell just continue to divide. കാരണം ഈ പ്രോപ്പർട്ടി നഷ്ടമായ സെല്ലുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും ആൻഡ് ഫോംസ് ട്യൂമേഴ്സ്. ക്യാൻസർ എന്ന് വിളിക്കുന്ന ട്യൂമേഴ്സ് അല്ലെങ്കിൽ മാസ് ഓഫ് സെല്ലുകൾ അവിടെ ഫോം ചെയ്യും. ദാറ്റ് ഈസ് കോണ്ടാക്ട് ഇൻഹിബിഷൻ. ദെൻ മെറ്റാസ്റ്റേസിസ്. എന്താണ് മെറ്റാസ്റ്റേസിസ് എന്ന് പറയുക? നമ്മുടെ ബോഡിയുടെ ഈ ഒരു ഡയഗ്രാം നോക്കിയേ. നമ്മുടെ ബോഡിയുടെ ഒരു സ്ഥലത്ത് ഒരു ട്യൂമർ ഉണ്ടായി, അതായത് ആ സെല്ലിന്റെ ഡിവിഷൻ അവിടെ റെഗുലേറ്റ് ചെയ്യപ്പെടാത്ത ഒരവസ്ഥ വന്നു. അവിടെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽ, അൺകൺട്രോൾഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ് നടന്ന് അവിടെ ഒരു ട്യൂമർ ഫോം ചെയ്തു. അവർ പതുക്കെ മൈഗ്രേറ്റ് ചെയ്ത് ബ്ലഡിലൂടെ ട്രാവൽ ചെയ്ത് ആൻഡ് ദേ റീച്ച് ഡിസ്റ്റന്റ്ലി ലൊക്കേറ്റഡ് റീജിയൻസ് ഓഫ് ദ ബോഡി. ബോഡിയുടെ പല റീജിയൻസിൽ എത്തുന്നിടത്തൊക്കെ അവർ ഓരോ ട്യൂമേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ ആണോ? ഈ ഒരു പ്രോപ്പർട്ടി, ക്യാൻസർ സെല്ലുകളുടെ ഈ ഒരു പ്രോപ്പർട്ടിനെയാണ് നമ്മൾ മെറ്റാസ്റ്റേസിസ് എന്ന് വിളിക്കുക. ദാറ്റ് ഈസ് റാപ്പിഡ്ലി മൾട്ടിപ്ലൈയിങ് സെൽ റീച്ചസ് ഡിസ്റ്റന്റ് സൈഡ്സ് ത്രൂ ബ്ലഡ്. എന്തിലൂടെയാണ്? ബ്ലഡിലൂടെ എത്തുന്നു. ആൻഡ് wherever they get lodged in the body and they starts a new tumor there. ഈ ഒരു പ്രോപ്പർട്ടിനെ മെറ്റാസ്റ്റേസിസ് എന്ന് വിളിക്കും. ക്യാൻസർ സെല്ലുകൾ മാത്രം കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 പോയിന്റ് നമ്മൾ പഠിച്ചു. ക്യാൻസർ സെൽ ലോസ് ദി പ്രോപ്പർട്ടി ഓഫ് കോണ്ടാക്ട് ഇൻഹിബിഷൻ ആൻഡ് ഷോസ് മെറ്റാസ്റ്റേസിസ്. ഡിസ്റ്റന്റ്ലി ലൊക്കേറ്റഡ് റീജിയൻസിൽ പോയി അവിടെയും പുതിയൊരു ട്യൂമർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇവർക്ക് കഴിയുന്നുണ്ട്. ആ പ്രോപ്പർട്ടി ക്യാൻസർ സെല്ലുകൾ മാത്രം കാണിക്കുന്ന പ്രോപ്പർട്ടിയാണ്. ഇതിനെ നമ്മൾ മെറ്റാസ്റ്റേസിസ് എന്ന് വിളിക്കുന്നു. കിട്ടിയില്ലേ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നെയിം ദ ഗ്രൂപ്പ് ഓഫ് ജീൻസ് ദാറ്റ് ഹാവ് ബീൻ ഐഡന്റിഫൈഡ് ഇൻ നോർമൽ സെൽസ് ദാറ്റ് കുഡ് ലീഡ് ടു ക്യാൻസർ ആൻഡ് ഹൗ ഡസ് ദീസ് ജീൻസ് കോസ് ക്യാൻസർ? നമ്മുടെ ജീനോമിൽ, നമ്മുടെ DNA-യിൽ ക്യാൻസറിന് കാരണമാകുന്ന ജീനുകളുണ്ട്. ജീനുകൾ പ്രസന്റ് ആണ്. അതിന്റെ പേരുകളാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ പേരെന്താണ്? നമ്മുടെ ക്യാൻസറിന് കാരണമാകുന്ന നമ്മുടെ ബോഡിയിലെ ജീൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെല്ലുലാർ ഓൺകോജീൻസ്. ഓങ്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻസറിനെ കുറിച്ചുള്ള പഠനം. അപ്പം സെല്ലുലാർ ഓങ്കോജീൻസ്. ഓങ്കോജീൻസ് എന്ന് പറഞ്ഞാൽ ജീൻസ് കോസിങ് ക്യാൻസർ കോസിങ് ജീനുകളാണ് ഓങ്കോജീൻസ് എന്ന് വിളിക്കുക. നമ്മുടെ ബോഡിയിൽ ഇത്തരത്തിലുള്ള ഓങ്കോജീനുകളുണ്ട്. അതിന് സെല്ലുലാർ ഓങ്കോജീൻസ് അല്ലെങ്കിൽ പ്രോട്ടോ ഓങ്കോജീൻസ് എന്നാണ് വിളിക്കുക. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, അത് നമുക്ക് ഫസ്റ്റ് പാർട്ടിന്റെ ഉത്തരം കിട്ടി. ആൻഡ് ഹൗ ഡസ് ദീസ് ജീൻസ് കോസ് ക്യാൻസർ? ഇവരെങ്ങനെ ക്യാൻസറിന് കാരണമാകുന്നു? സോ ഇവർ ഒരു ഇനാക്ടിവേറ്റഡ് ഫോമിലാണ് നമ്മുടെ ബോഡിയിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജനറ്റിക് മെറ്റീരിയലിൽ ഒരു ഇനാക്ടിവേറ്റഡ് ഫോമിലാണ് ഇരിക്കുക. അതായത് പ്രിക്കോർഷർ ഫോമിലാണ്. അതായത് ഇപ്പോൾ അവർക്ക് ബോഡിയിൽ ക്യാൻസർ കോസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ് പ്രോട്ടോ ഓങ്കോജീൻസ് എന്ന്. പ്രിക്കോർഷർ ഫോം ഓഫ് ഓങ്കോജീൻസ് ആണ് പ്രോട്ടോ ഓങ്കോജീൻസ്. സോ നമുക്ക് ചില സർട്ടൻ സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ കണ്ടീഷൻസിൽ ഈ പ്രോട്ടോ ഓങ്കോജീൻസിന് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും മക്കളെ? ഓങ്കോജീൻസ്, ക്യാൻസർ കോസിങ് ആയിട്ടുള്ള, ക്യാൻസറസ് ആയിട്ടുള്ള ഓങ്കോജീനുകൾ, ആക്ടിവേറ്റഡ് ഓങ്കോജീനുകളായിട്ട് മാറാൻ സാധിക്കും. That lead to oncogenic transformation of cell. സാധാരണ സെല്ലുകൾ അപ്പോൾ എന്തായിട്ട് മാറുന്നു? ക്യാൻസറസ് സെല്ലുകളായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഓങ്കോജനിക് സെല്ലുകളായിട്ട് മാറുന്നു. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ, ബി ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ ആൻസർ വരുന്നത്. ഗ്രൂപ്പ് ഓഫ് ജീൻസ് ദാറ്റ് ഹാവ് ബീൻ ഐഡന്റിഫൈഡ് ഇൻ നോർമൽ സെൽ ദാറ്റ് കുഡ് ലീഡ് ടു ക്യാൻസർ ഇസ് സെല്ലുലർ ഓങ്കോജീൻസ് or proto oncogenes. And how does these genes cause cancer? Whenever certain conditions arrive, ചില കണ്ടീഷൻസിൽ ഏതെങ്കിലും ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ്, ടെമ്പറേച്ചർ, ക്ലൈമറ്റിക് കണ്ടീഷൻസ് ആവാം, അല്ലെങ്കിൽ റേഡിയേഷൻസ് ആവാം, അത് ഈ ജീനുകളെ ആക്ടിവേറ്റ് ചെയ്യും. ഫ്രം പ്രോട്ടോ ഓങ്കോജീൻസ് ടു ഓങ്കോജീൻസ് എന്ത് സംഭവിക്കും? That lead to oncogenic transformation of normal cells. Okay. അടുത്തത് C part. Name any 2 techniques that are useful in detecting cancers of internal organs. ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ എന്ന് പറയുന്ന ഭാഗത്ത് അവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 2 ടെക്നിക്ക്, അതായത് നമ്മുടെ ക്യാൻസർ, ഇന്റേണൽ ഓർഗൻസിന് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയം, അപ്പം അതിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 2 ടെക്നിക്കുകളാണ് ചോദിച്ചിരിക്കുന്നത്. എനി 2 ടെക്നിക്സ്. അതിന് ഒന്നാമത്തേതാണ് CT സ്കാൻ, സെക്കൻഡ് വൺ MRI സ്കാൻ. CT സ്കാൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി.
Then MRI, magnetic resonance imaging, computed tomography. MRI, magnetic resonance imaging. ഇവർ എങ്ങനെ ക്യാൻസർ ഡിറ്റക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നു ഈ രണ്ട് ടെക്നിക്സും? ഒന്നാമത്തെ നോക്കിക്കേ, കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? CT സ്കാൻ, ദേ ആക്ച്വലി യൂസ് എക്സ്റേ യൂസ് ചെയ്തുകൊണ്ട് ഇന്റേണൽ ഓർഗൻസിന്റെ സ്ട്രക്ചർ, 3D ഇമേജ് ഓഫ് ദ ഇന്റേണൽ ഓർഗൻസ് നമുക്ക് കിട്ടും യൂസിങ് കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി യൂസ് ചെയ്തു. അപ്പം ഇന്റേണൽ ഓർഗൻസിന്റെ ഡയഗ്രാം നമുക്ക് 3D വ്യൂ ആണ് കിട്ടുക, കാണാൻ സാധിക്കുക. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലും ഡിഫോമിറ്റീസ് ആ ഓർഗനിനുണ്ട് എങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം ആ ഓർഗൻ ക്യാൻസറസ്, അല്ലെങ്കിൽ ആ ഓർഗന് ക്യാൻസർ ഉണ്ട് എന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ്, MRI, മാഗ്നറ്റിക് റെസണൻസ് ഇമേജിങ്. നമുക്കറിയാം MRI ആളെ കിടത്തുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു വലിയ സറൗണ്ടിങ്, ഒരു ഷീൽഡിലേക്കാണ് അല്ലേ ആളെ, ആ ഒരു പേഷ്യൻറ്റിനെ കിടത്തുക. അവിടെ എന്താ സംഭവിക്കുന്നത്? ബോഡിയിലേക്ക് ഹൈ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യുകയാണ്. സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യുന്നു. കൂടാതെ നോൺ അയണൈസിങ് റേഡിയേഷൻസും കൊടുക്കുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ലിവിങ് സെല്ലുകളുടെ, ലിവിങ് ടിഷ്യൂസിൻ്റെ എന്തെങ്കിലും ഫിസിയോളജിക്കൽ ചേഞ്ച്, അവരുടെ ഫങ്ഷന്, നോർമലായിട്ടുള്ള ഫങ്ഷനിങ് നടക്കുന്ന സെല്ലിൽ നടക്കേണ്ട കാര്യങ്ങൾ തന്നെയാണോ, അല്ലോ അതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ, ഡിഫറൻസസ് ഉണ്ടോ, ഫിസിയോളജിക്കൽ ഡിഫറൻസസ് ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാനായിട്ട് MRI, മാഗ്നറ്റിക് റെസണൻസ് ഇമേജിങ്ങും ഹെൽപ്പ് ചെയ്യും. അപ്പം അങ്ങനെയാണ് ക്യാൻസറിൻ്റെ, ഇന്റേണൽ ഓർഗൻസിൻ്റെ ക്യാൻസറിനെ ഡിറ്റക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ടെക്നിക്സ്. ഒന്ന് CT സ്കാൻ, കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി ആൻഡ് മാഗ്നറ്റിക് റെസണൻസ് ഇമേജിങ്, MRI. ക്ലിയർ ആണല്ലോ? ദെൻ വൈ ആർ ക്യാൻസർ പേഷ്യൻസ് ഓഫൺ ഗിവൺ ആൽഫ ഇന്റർഫെറോൺ ആസ് പാർട്ട് ഓഫ് ദ ട്രീറ്റ്മെന്റ്? നമ്മുടെ ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ ഒരു പാർട്ടാണ് ഇമ്മ്യൂണോ തെറാപ്പി. പലതരത്തിലുള്ള തെറാപ്പീസ് ഉണ്ട്, അതിലൊരെണ്ണമാണ് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുക. സോ ഇമ്മ്യൂണോ തെറാപ്പിയിൽ ഈ ആൽഫ ഇന്റർഫെറോൺസിന്റെ റോൾ എന്താണ്? Why are cancer patients often given alpha interferon as part of the treatment? നമുക്കറിയാം ഈ ക്യാൻസർ സെല്ലുകൾ, ഒരു പ്രത്യേകതയുണ്ട്. ക്യാൻസർ സെല്ലുകൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നിന്നും ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരിക്കലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളവയാണ്. ക്യാൻസർ സെല്ല് ഒരിക്കലും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ കണ്ണിൽ പെടത്തില്ല. സോ അതുകൊണ്ട് തന്നെ എന്താണ്, അവരവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യും. അവരെ നിയന്ത്രിക്കാൻ ആരുമില്ല. അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം തോന്നിവാസം അവിടെ ബോഡിയിൽ ആക്ട് ചെയ്യാം. അങ്ങനെ പറ്റുമോ? അങ്ങനെ വിടാൻ പറ്റുമോ? നമ്മുടെ ക്യാൻസർ സെല്ലുകളുടെ പ്രൊലിഫറേഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഒന്നുകൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യണം അല്ലേ? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതൊന്നും കാണാതെ, ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഒരു ഇന്നെബിലിറ്റി, അത് നമുക്ക് മാറ്റിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന മോഡിഫയേഴ്സ് ആണ് ആൽഫ ഇന്റർഫെറോൺസ് എന്ന് പറയുക. ആൽഫ ഇന്റർഫെറോൺസ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ദേ ആർ ഇമ്മ്യൂൺ റെസ്പോൺസ് മോഡിഫയേഴ്സ് ആണ്. ഇമ്മ്യൂൺ റെസ്പോൺസ് മോഡിഫൈ ചെയ്യുന്നവർ, അതായത് ഇമ്മ്യൂണിറ്റിനെ ഒന്നുകൂടെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കുന്ന കാറ്റഗറിയിൽ വരുന്നവരാണ് ആൽഫ ഇന്റർഫെറോൺസ് എന്ന് പറയുക. അപ്പോൾ അവർ നമ്മുടെ ക്യാൻസർ ട്രീറ്റ്മെന്റിൽ ഇമ്മ്യൂണോ തെറാപ്പിയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നുമില്ല. ആൽഫ ഇന്റർഫെറോൺസിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് എഴുതുക. ദേ ആക്ട് ആസ് ഇമ്മ്യൂൺ റെസ്പോൺസ് മോഡിഫയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ ആണോ മക്കളെ? അപ്പോൾ ഇത്രയാണ് ക്യാൻസറിനെ കുറിച്ചുള്ളൊരു ഓവറോൾ വ്യൂ നമുക്കിതിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ക്യാൻസർ കോസിങ് ഏജൻസ് നമ്മൾ കാർസിനോജൻസ് എന്ന് വിളിക്കും. അത് ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ഏജന്റുകളുണ്ട്. അത് ഡയഗ്നോസ് ചെയ്യുന്ന ക്യാൻസർ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് ഉണ്ട്. CT സ്കാൻ, MRI സ്കാൻ എക്സെട്ര. ദെൻ അടുത്തതിൽ നമ്മൾ കണ്ടു കോണ്ടാക്ട് ഇൻഹിബിഷൻ മെറ്റാസ്റ്റേസിസ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്യാൻസർ സെല്ലുകളുടെ പ്രോപ്പർട്ടി, ക്യാൻസർ സെല്ലുകൾക്ക് നഷ്ടമായ പ്രോപ്പർട്ടിയാണ് കോണ്ടാക്ട് ഇൻഹിബിഷനും. ക്യാൻസർ സെല്ലുകൾ മാത്രം കാണിക്കുന്ന പ്രോപ്പർട്ടിയാണ് മെറ്റാസ്റ്റേസിസ്, ഒന്നും മറന്നു പോകരുത്. ദെൻ ആൽഫ ഇന്റർഫെറോൺസ്, ദാറ്റ് ഈസ് ട്രീറ്റ്മെന്റ്, ക്യാൻസർ ട്രീറ്റ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the basis of classifying cancer? Name and explain the different categories of cancer mentioned in two approaches of cancer treatment.
ക്യാൻസർ നമ്മൾ അതിൻ്റെ മാലിഗ്നൻസിയുടെ ബേസിസിൽ അല്ലെങ്കിൽ അതിൻ്റെ ഫെയ്റ്റാലിറ്റിയുടെ ബേസിസിൽ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ബെനിൻ ട്യൂമർ ആൻഡ് സെക്കൻഡ് വൺ മാലിഗ്നന്റ് ട്യൂമർ. ബെനിൻ ആൻഡ് മാലിഗ്നന്റ് ട്യൂമർ. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബെനിൻ ട്യൂമറും മാലിഗ്നന്റ് ട്യൂമറും ആരാണ് കുഴപ്പക്കാർ, ഏത് ടൈപ്പ് ട്യൂമറാണ് കുഴപ്പക്കാർ, നമുക്ക് നോക്കാം. സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബെനിൻ ആൻഡ് മാലിഗ്നന്റ് ട്യൂമർ. ബെനിൻ ട്യൂമർ നോക്കാം, വൺസ് അതൊരു ബോഡിയിൽ ഏതെങ്കിലും ഒരു സ്പേസിൽ അത് ഫോം ചെയ്യുന്നു, ബോഡിയുടെ ഏതെങ്കിലും ഒരു പാർട്ടിൽ മാസ് ഓഫ് സെൽ ട്യൂമർ ഫോം ചെയ്യുന്നു, പക്ഷെ അവർ ഒരിക്കലും മെറ്റാസ്റ്റേസിസ് കാണിക്കുന്നില്ല. കാരണം എന്താണ്? ബ്ലഡിലൂടെ മൈഗ്രേറ്റ് ചെയ്തിട്ട് മറ്റ് ബോഡി പാർട്സിൽ ഒരിക്കലും എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നില്ല, അല്ലെങ്കിൽ മറ്റ് ബോഡി പാർട്സിൽ അവിടെ ക്യാൻസർ കോസ് ചെയ്യുന്നില്ല. ബോഡിക്ക് ഹാനികരമല്ലാത്ത, ബോഡിക്ക് വലിയ കുഴപ്പക്കാരല്ലാത്ത ഗ്രൂപ്പ് ഓഫ് ട്യൂമേഴ്സ് ആണ് ബെനിൻ ട്യൂമർ. ഇനി മാലിഗ്നന്റ് ട്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. മെറ്റാസ്റ്റേസിസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി അതേപടി ഇംപ്ലിമെന്റ് ചെയ്യുന്ന ട്യൂമേഴ്സ് ആണ് മാലിഗ്നന്റ് ട്യൂമർ. These are cancerous cells and can spread to other tissues and organs through blood. So അതാണ് നിങ്ങൾ അതിൻ്റെ ഡിഫറൻസസിൽ എഴുതേണ്ടത്. Name and explain different categories. Mention any 2 approaches of cancer treatment. Cancer treatmentന് ഏതെങ്കിലും 2 അപ്രോച്ചസ് ആണ് ചോദിച്ചിരിക്കുക. ട്രീറ്റ്മെൻറ്റിൽ നമ്മുടെ NCERTയിൽ 3 അപ്രോച്ചസ് പറയുന്നുണ്ട്. ഒന്ന് സർജറി, സെക്കൻഡ് വൺ കീമോതെറാപ്പി, then third one immunotherapy. കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയോതെറാപ്പി എന്നൊക്കെ പറയാം. സർജറി എന്ന് പറയുന്ന മെത്തേഡിൽ എന്താണ് മക്കളെ? സർജിക്കൽ റിമൂവൽ ഓഫ് ക്യാൻസർ എഫക്റ്റഡ് അല്ലെങ്കിൽ ട്യൂമർ കാണിക്കുന്ന അല്ലെങ്കിൽ ട്യൂമറസ് ടിഷ്യൂ ഉള്ള ഓർഗൻസ് നമ്മൾ സർജിക്കലി റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഓക്കെ. രണ്ടാമത് കീമോതെറാപ്പിയിൽ റേഡിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ സ്ട്രോങ് അയണൈസിങ് റേഡിയേഷൻസ്, എക്സ്റേസ്, ഗാമ റേസ് ഒക്കെ യൂസ് ചെയ്ത് ക്യാൻസർ സെല്ലുകളെ ഡിസ്ട്രോയ് ചെയ്ത് കളയുന്ന പ്രോസസ്സാണ്. ഇവിടെ കെമിക്കൽസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കീമോതെറാപ്പിയിൽ. എസ്പെഷ്യലി ആ കെമിക്കൽസ് നമ്മുടെ ബോഡിയിൽ ചില സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അനീമിയ, ഹെയർ ലോസ് അല്ലെ, ക്യാൻസർ പേഷ്യൻസ് എന്നറിയാം. കീമോ ചെയ്യുന്നവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അത് ബോഡിയിൽ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ദെൻ ലാസ്റ്റ് ഇമ്മ്യൂണോതെറാപ്പി. ഇമ്മ്യൂണോതെറാപ്പിയിലാണ് നമ്മുടെ ആൽഫ ഇന്റർഫെറോൺസ്, ദേ ആക്ട് ആസ് ഇമ്മ്യൂൺ റെസ്പോൺസ് മോഡിഫയേഴ്സിനൊക്കെ യൂസ് ചെയ്യുന്നു ഇമ്മ്യൂണോതെറാപ്പി. സോ ദീസ് ആർ ഏതെങ്കിലും 2 അപ്രോച്ചസ് എഴുതിയാൽ മതി. നമുക്ക് കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി എഴുതുക, അത് എക്സ്പ്ലെയിൻ ചെയ്യുക, എങ്ങനെയാണ് ആ തെറാപ്പി ക്യാൻസർ ട്രീറ്റ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Name the plant source of the drug popularly called smack. How does it affect the body of the abuser? നമ്മൾ ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. Name the plant source of the drug popularly called smack. സ്മാക്ക് എന്ന് പറയുന്ന ഡ്രഗ് അത് ഏത് പ്ലാന്റിൽ നിന്നും, അതിൻ്റെ പ്ലാന്റ് സോഴ്സ് ഏതാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഏതാണ് സ്മാക്ക് എന്ന് പറഞ്ഞാൽ? ഏതോ ഒന്നിൻ്റെ കോമൺ നെയിം ആണ്, ദാറ്റ് ഈസ് ഹെറോയിൻ. ഹെറോയിൻ ആണ് സ്മാക്ക്. ദാറ്റ് ഈസ് ഡൈഅസറ്റൈൽ മോർഫിൻ ആണ്. ഇത് ഏത് കാറ്റഗറിയിൽ വരുന്നവരാണ് മക്കളെ? ഇവര് ഒപ്പിയോയിഡ്സ്. ഡ്രഗ്സിന് 3 കാറ്റഗറി ഉണ്ട്. അതിൽ ഒപ്പിയോയിഡ്സ് ഒന്നാമത്തെ ഒപ്പിയോയിഡ്സിൽ വരുന്നവരാണ് സ്മാക്ക് എന്ന് പറയുക. ആൻഡ് ഹൗ ഡസ് ഇറ്റ് എഫക്ട് ദ ബോഡി ഓഫ് അബ്യൂസർ? ഇത് അബ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രഗ് കഴിക്കുന്ന ആളുടെ ബോഡിയെ ഇതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കാം. അതിന് മുമ്പ് നമ്മൾ പ്ലാന്റ് സോഴ്സ് പറഞ്ഞില്ല. ദാറ്റ് ഈസ് ഒപ്പിയോയിഡ്സ് ആർ ഡിറൈവ്ഡ് ഫ്രം പാപ്പവർ സോംനിഫെറം. പേപ്പവർ സോംനിഫെറം എന്ന് പറയുന്ന പ്ലാന്റിന്റെ ലാറ്റക്സിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന ക്ലാസ് ഓഫ് ഡ്രഗ്സ് ആണ് ഹെറോയിൻ, കോമൺലി കോൾഡ് സ്മാക്ക് എന്ന് പറയുക. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഇതെങ്ങനെയാണ് അബ്യൂസറിന്റെ ബോഡി എഫക്ട് ചെയ്യുക? സിൻസ് ദിസ് ഒപ്പിയോയിഡ്സ് ബൈൻഡ്സ് ടു സെവറൽ ഒപ്പിയോയിഡ് റിസപ്റ്റേഴ്സ് ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ, ചില റിസപ്റ്ററുകളിലാണ് ബൈൻഡ് ചെയ്യുക അല്ലെ. ഈ ഒപ്പിയോയിഡ്സിന് ബൈൻഡ് ചെയ്യാൻ സ്പെസിഫിക് ആയിട്ടുള്ള റിസപ്റ്ററുകൾ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും അതുപോലെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈൻ ട്രാക്റ്റിലും പ്രസന്റ് ആണ്. സോ ഇവര് ഈ ഒപ്പിയോയിഡ് റിസപ്റ്റേഴ്സ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിലും ഒക്കെ പോയി ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും?
നമ്മുടെ ബോഡിയുടെ ഫങ്ഷൻസ് ഒക്കെ സ്ലോ ഡൗൺ ചെയ്യും, ഒരു ഡിപ്രസൻ്റ് ആയിട്ടൊക്കെ ഇത് ആക്ട് ചെയ്യും. അപ്പം അങ്ങനെയാണ് അത് ബോഡി എഫക്റ്റ് ചെയ്യുക, ഒരു ഡിപ്രസൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇറ്റ് സ്ലോസ് ഡൗൺ ദ ബോഡി ഫങ്ഷൻസ്. എന്തുകൊണ്ട്? ദേ ബൈൻഡ് ടു സ്പെസിഫിക് ഓപ്പിയോയിഡ് റിസപ്റ്റേഴ്സ് ബൈൻഡ് ടു ദ പ്രസന്റ് ഇൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട്. ക്ലിയർ? അപ്പം അതിൻ്റെ ഡയഗ്രാം കൂടെ നിങ്ങളൊന്ന് ഓർക്കണം. ചിലപ്പോൾ ഇത് തരും, ഈ ഡയഗ്രാം തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും ചിലപ്പം ചോദിക്കും. പോപ്പി പ്ലാന്റ്, ദാറ്റ് ഈസ് പേപ്പർവർ സോംനിഫറം. Then next question, name the plant source of cocaine. How does it affect human body? Cocaine എന്ന് പറയുന്ന ഏത് കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ് ആണ്? യെസ്, കൊക്ക ആൽക്കലോയിഡ്സ്. കൊക്ക ആൽക്കലോയിഡ്സിൽ വരുന്നതാണ്. പ്ലാന്റ് സോഴ്സ് ഏതാണ്? എരിത്രോസൈലം. എരിത്രോസൈലം കൊക്ക. Okay, so it interferes. എങ്ങനെയാണ് ബോഡി എഫക്ട് ചെയ്യുന്നത്? ഇറ്റ് ഇന്റർഫിയേഴ്സ് വിത്ത് ദ ട്രാൻസ്പോർട്ട് ആൻഡ് റിലീസ് ഓഫ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ കോൾഡ് ഡോപ്പമിൻ. ഡോപ്പമിൻ്റെ ട്രാൻസ്പോർട്ടിനെയും അതുപോലെ റിലീസിനെയും ഒക്കെ എഫക്റ്റ് ചെയ്യുന്ന ഡ്രഗാണ് കൊക്കെയിൻ എന്ന് പറയുക. കൊക്കെയിൻ, കോക്ക്, ക്രാക്ക് എന്നൊക്കെ നമ്മൾ വിളിക്കും. ഇറ്റ് ഇന്റർഫിയേഴ്സ് വിത്ത് ദ ട്രാൻസ്പോർട്ട് ഓഫ് ഡോപ്പമിൻ. ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. ഓക്കെ, നമുക്ക് ചില സമയത്ത് യുഫോറിയ, ചില ഹാലൂസിനേഷൻസ് ഒക്കെ തോന്നാറുണ്ട്. ഇത് അമിതമായ അളവിൽ കഴിക്കുന്നവരിൽ നമുക്കത് കാണാൻ സാധിക്കാറുണ്ട്. അമിതമായ അളവ് ഹലൂസിനേഷൻസ് അല്ലെ, ഇല്ലാത്തവ ഉണ്ടെന്നും ഉള്ളവ ഇല്ലെന്നും നമുക്കൊക്കെ നമ്മുടെ മൈൻഡിന് എക്സാജറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന, നമ്മുടെ മൈൻഡിന് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇത് കഴിക്കുന്നവരിൽ കണ്ടുവരുന്നു. ആൻഡ് ഓൾസോ ഇറ്റ് സ്റ്റിമുലേറ്റ് സെൻട്രൽ നെർവസ് സിസ്റ്റം. ആൻഡ് ഓൾസോ ഇറ്റ് പ്രൊവൈഡ്സ് ഇൻക്രീസ്ഡ് എനർജി. ആളിൽ ഒരു ഭയങ്കര ഒരു എനർജി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ കൊക്കൈൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷേ ഇത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയാണ് അഫക്റ്റ് ചെയ്യുക, ഹെലൂസിനേഷൻസ് ഉണ്ടാക്കുന്നു. ഓക്കെ, യെസ്, ഇതാണ് എരിത്രോസൈലം കൊക്ക എന്ന് പറയുന്ന പ്ലാന്റ്. Then move to the next question. Name the plant source of marijuana. How it affect the body of abuser. Marijuana, hashish, ganja ഒക്കെ വരുന്ന ഏത് കാറ്റഗറിയിലാണ്? യെസ്, കാനബിനോയിഡ്സിലാണ്. കാനബിനോയിഡ്സ്. കാനബിനോയിഡ്സ് എന്ന് പറയുന്ന ഡ്രഗ് കാറ്റഗറിയിൽ വരുന്നവരാണ്. ആൻഡ് നെയിം ദ പ്ലാന്റ് സോഴ്സ്. ഏതാണ്? കാനാബിസ്. കാനാബിസ് സറ്റൈവ. കനാബിസ് സറ്റൈവയുടെ ഇൻഫ്ലോറസൻസിൽ നിന്ന് ഒക്കെയാണ്, ലീവ്സിൽ നിന്നൊക്കെയാണ് പല ഗ്രേഡിലുള്ള കാനബിനോയിഡ്സ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് ഹൗ ഇറ്റ് എഫക്ട്സ് ദ ബോഡി ഓഫ് ദ അബ്യൂസർ. ഇറ്റ് മെയിൻലി ഈ കാനബിനോയിഡ്സിൻ്റെ റിസപ്റ്ററുകൾ കാണുന്നത് ബ്രെയിനിലാണ്. ആൻഡ് ഓൾസോ ഇറ്റ് എഫക്ട്സ് കാർഡിയോ വാസ്കുലർ സിസ്റ്റം. നമ്മുടെ ബ്ലഡ് ഫ്ലോയുടെ റേറ്റിനെ ഇവർ ഓൾട്ടർ ചെയ്യും. അതുപോലെ ഹാർട്ട് ഫങ്ഷനിങ്ങിനെ അത് എഫക്റ്റ് ചെയ്യും. കാർഡിയോ വാസ്കുലർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡും ഹാർട്ടും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന സിസ്റ്റമാണ്, ഓർഗൻ സിസ്റ്റമാണ്. അപ്പോൾ അതിൻ്റെ ഫങ്ഷനിങ്ങിനെ സാരമായിട്ട് ഇത് എഫക്റ്റ് ചെയ്യും. സോ എന്തിനാണ് മക്കളെ ഇതുപോലെ ഈ ഡ്രഗ് ആൽക്കഹോൾ അബ്യൂസിൽ ഇത്രയും കാറ്റഗറീസ് ഓഫ് ഡ്രഗ്സ്, അതിൻ്റെ എന്തുകൊണ്ട്, എങ്ങനെ അത് ബോഡി എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിൽ ഉള്ള നിങ്ങളെ പോലെയുള്ള കുട്ടികൾ ഒരുപാട് ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ ഡ്രഗ്സിന് അഡിക്റ്റായി പോകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്, അല്ലെങ്കിൽ ഒരു പ്രായമാണ് ഇപ്പം. അപ്പോൾ ഇതിൻ്റെ എന്താണ്, ഇത് എങ്ങനെ ബോഡിയെ എഫക്റ്റ് ചെയ്യുന്നു, ഇതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് എന്ന് കണ്ടറിഞ്ഞ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറാനും നല്ലൊരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാനും നിങ്ങളെ സഹായിക്കുന്ന ഒരു പാഠഭാഗം കൂടെയാണ് ഇത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഓൾ മെഷേഴ്സ് ഓർ വേസ് ബൈ വിച്ച് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അബ്യൂസ് എമംഗ് അഡോളസൻസ് ക്യാൻ ബി പ്രിവെൻറ്റഡ്. സോ വൺസ് ഇതിന് അഡിക്റ്റായി പോയവരിൽ അല്ല, ഒരുപാട് നല്ല നല്ല കഴിവുകളുള്ളവരായിരിക്കാം, പക്ഷേ ഈ ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അഡിക്റ്റായി പോയവർക്ക് എന്തെങ്കിലും ഒരു തിരിച്ചുവരവുണ്ടോ? അവർക്ക് സമൂഹത്തിനും സൊസൈറ്റിക്കും ഫാമിലിക്കും ഒക്കെ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന, നല്ല ഒരു പൗരനായിട്ട് വളർന്നു വരാൻ പറ്റുന്ന, സാധിക്കുമായിരുന്ന ആൾക്കാർ ഈ ഡ്രഗ് അബ്യൂസിലേക്ക് പോകുന്നത് വളരെ കഷ്ടമാണ് അല്ലേ? സോ അതുകൊണ്ട് നമുക്ക് അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് മെഷേഴ്സ്
എങ്ങനെയൊക്കെ നമുക്ക് ഈ ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസിനെ പ്രിവെന്റ് ചെയ്യാം? അഡോളസെന്റ് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ജനറൽ കാര്യങ്ങളാണ്, പക്ഷെ എല്ലാ ക്വസ്റ്റ്യനിലും എല്ലാ വർഷവും ഈ ഒരു പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അത് നിങ്ങളെ അവെയർ ആക്കാനായിട്ടാണ്, ഇതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങളെ അവെയർ ആക്കിക്കൊണ്ട് അതിൽ നിന്ന് നിങ്ങളെ പിന്മാറ്റാനായിട്ട്, അല്ലെങ്കിൽ അത് പിന്മാറി നല്ലൊരു ലൈഫ്, ഒരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഈ ചാപ്റ്റർ. സോ ഫസ്റ്റ് പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് അവോയ്ഡ് പിയർ പ്രഷർ. എന്താ മക്കളെ പിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ? ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായിട്ട് പോകുന്നവർ എന്തുകൊണ്ടായിരിക്കാം? ചിലപ്പോൾ എന്തെങ്കിലും ഭയങ്കര സ്ട്രെസ്ഡ് കണ്ടീഷൻ അവർക്ക് സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രം ഫാമിലിയിൽ നിന്നോ ഒക്കെ കിട്ടുന്നതുകൊണ്ടായിരിക്കാം. ഒരു പ്രഷർ. എന്ത് പ്രഷറാണ്? കുട്ടികളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു കമ്പാരിസൺ. ആ കമ്പാരിസൺ ഒരിക്കലും ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം എന്താണ്? ഓരോ ഇൻഡിവിജ്വലും യുണീക്കാണ് അല്ലേ? ഓരോ കുട്ടികളും യുണീക്കാണ്. നമുക്ക് നമ്മുടേതായ ഇൻട്രസ്റ്റഡ് ഏരിയാസ് ഉണ്ട്. പക്ഷെ അത് അറിയാതെ മറ്റുള്ളവരെ പോലെ ആകാൻ നമ്മളെ ഫോഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ള, പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോവുക. അപ്പൊ അതിനെ ടൈഡ് ഓവർ ചെയ്യാൻ, അതിനെ ഓവർകം ചെയ്യാനായിട്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഈ ഡ്രഗ്സ്, ആൽക്കഹോളിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അത് ഫർദർ അതൊരു അഡിക്ഷൻ ആയിട്ട് മാറും. സോ അവോയ്ഡ് പിയർ പ്രഷർ, അത് അവോയ്ഡ് ചെയ്യുക. ആൻഡ് സെക്കൻഡ്, എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. ഒരു പരിധി വരെ നമ്മുടെ വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ കൗൺസിലിംഗ് സംവിധാനത്തിനും ഒക്കെ ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ് കുറയ്ക്കാൻ പറ്റും, പ്രിവെന്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? നമ്മുടെ ലൈഫിൽ ഓരോ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഓരോ വിഷമങ്ങൾ, ഫെയിലിയേഴ്സ് ഒക്കെ വരുമ്പം നമ്മൾ തളർന്നു പോകാതെ ഈ ഫെയിലിയേഴ്സ് ഒക്കെ ലൈഫിന്റെ പാർട്ടാണെന്ന് നമ്മൾ തിരിച്ചറിയുക, അതിനെ കൂട്ടിക്കൊണ്ടു പോവാം. ഫെയിലിയേഴ്സ് നമുക്ക് ഉറപ്പായിട്ടും ഒരു വിജയം ഉണ്ടാകും. കാരണം ഒരു തോൽവി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ വീണ് പോകരുത്. യു ഹാവ് ടു റൈസ് അപ്പ് അല്ല, എങ്കിൽ മാത്രമേ ഈ ഫെയിലിയേഴ്സും സക്സസും ഇതൊക്കെ ലൈഫിന്റെ പാർട്ടാണ് മക്കളെ. സോ അതിൽ വീണ് പോകരുത്. സോ എഡ്യൂക്കേഷനും കൗൺസിലിങ്ങും വഴി കുട്ടികളെ അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് അവയർനെസ് കൊടുക്കാം അല്ലേ? ടു ഫേസ് ദ ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ, ലൈഫിലൊരു ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായി കഴിയുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ, നേരിടാനായിട്ടൊരു ധൈര്യം കൊടുക്കാം എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് ഒക്കെ വഴി. ദെൻ മൂന്നാമത്, സീക്കിംഗ് ഹെൽപ്പ് ഫ്രം ടീച്ചേഴ്സ് ആൻഡ് പിയേഴ്സ്. സീക്കിംഗ് ഹെൽപ്പ് ഫ്രം ടീച്ചേഴ്സ് ആൻഡ് പിയേഴ്സ്. അല്ലെ, നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യഘട്ടത്തിൽ നമുക്ക് അവരുടെ ഒരു സഹായം വേണം, അല്ലെങ്കിൽ അവരുടെ ഒരു ഉപദേശം നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കുക തന്നെ ചെയ്യണം. അതൊരു പരിധി വരെ നമ്മളെ ഈ ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അഡിക്ഷൻ അതിലേക്ക് പോകാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി ഫോർത്ത് വൺ, ലുക്കിംഗ് ഫോർ ഡേഞ്ചർ സൈൻസ്. എന്താ മക്കളെ ഇത്? ഈ പോയിന്റ് എന്നാ പറയുക? ലുക്കിംഗ് ഫോർ ഡേഞ്ചർ സൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലുക്കിംഗ് ഫോർ ഡേഞ്ചർ സൈൻസ്. നമ്മുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നൊരു സൂചന നമുക്ക് ലഭിച്ചാൽ നമ്മളത് ആരോടും പറയാതിരിക്കണോ? അവളോടുള്ള ഇഷ്ടം കാരണം, അല്ലെങ്കിൽ അവൾ പോയി നശിക്കട്ടെ, അവൻ പോയി നശിക്കട്ടെ എന്നുള്ള ഒരു ഉദ്ദേശം കാരണം നമ്മൾ ആരോടും ഇൻഫോം ചെയ്യാതിരിക്കണോ? അത് ഒരിക്കലുമില്ല. അത് കൺസേൺഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ പേരൻസിനോടോ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടക്കത്തിൽ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട്, അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നത് വഴി നമുക്ക് ഒരാളെ രക്ഷിക്കാൻ പറ്റും അല്ലേ? സോ ദാറ്റ് ഈസ് ലുക്കിംഗ് ഫോർ ഡേഞ്ചർ സൈൻസ്. ആൻഡ് ഫിഫ്ത്ത് ആൻഡ് ലാസ്റ്റ് വൺ, സീക്കിംഗ് പ്രൊഫഷണൽ ആൻഡ് മെഡിക്കൽ ഹെൽപ്പ്. സീക്കിംഗ് പ്രൊഫഷണൽ ആൻഡ് മെഡിക്കൽ ഹെൽപ്പ്. എന്താണ്? ഒരുപാട് ഡി അഡിക്ഷൻ സെന്റേഴ്സിന് ഇപ്പം അഡിക്റ്റ് ആയി പോയി അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട്, ബാക്ക് ടു ലൈഫ് കൊണ്ടുവരാനായിട്ട്, നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരുപാട് ഡി അഡിക്ഷൻ സെന്ററുകളുണ്ട്, ഒരുപാട് കൗൺസിലിംഗ് സെന്റേഴ്സ് ഉണ്ട്, പ്രാക്ടീഷണറായിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ്, യെസ്, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആർ ദെയർ, സൈക്കോളജിസ്റ്റ് ആർ ദെയർ. അപ്പോൾ ഇവരുടെയൊക്കെ സഹായത്തോടു കൂടി നമുക്ക് ഇതിനൊക്കെ, ഈ ഡ്രഗിന് അഡിക്റ്റ് ആയി പോയവരെ നോർമൽ ലൈഫിലേക്ക് ഒരു പരിധി വരെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പം ഇത്രയാണ് മക്കളെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ചാപ്റ്ററിൻ്റെ, ദിസ് ഇസ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇമ്മ്യൂണിറ്റിയെക്കുറിച്ചും, ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി, അതിൻ്റെ എക്സാമ്പിൾസ്, ലിംഫോയിഡ് ഓർഗൻസ്, പിന്നെ ഓട്ടോ ഇമ്മ്യൂണിറ്റി, അലർജീസ്, ദെൻ ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ്, എയ്ഡ്സ് ആൻഡ് ക്യാൻസർ നന്നായിട്ട് വായിച്ചിട്ട് പോകണം. അതിൻ്റെ ഏത് ഏരിയയിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിന് ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് ഏതൊക്കെയാണ്, ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്,
എങ്ങനെയാണ് ഇതിൻ്റെ മോഡ് ഓഫ് ഇൻഫെക്ഷൻ, കോസേറ്റീവ് ഏജന്റ്, അതിൻ്റെ പ്രത്യേകതകളൊക്കെ. സോ എല്ലാവരും ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്റർ നല്ല രീതിയിൽ പഠിച്ചു, മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകുള്ളൂ, കോൺഫിഡൻ്റ് ആയിട്ട് പോയി എക്സാം അറ്റൻഡ് ചെയ്തോളൂ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.